ഹായ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ക്ലാസിക്കൽ വേസ് അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് വേസ് ഓഫ് പ്ലാന്റ് ബ്രീഡിംഗിന്റെ 5 സ്റ്റെപ്പുകളെ കുറിച്ചാണ് പറഞ്ഞത് അല്ലേ. ആ 5 സ്റ്റെപ്പുകളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ചില കാര്യങ്ങൾ പറയേണ്ടതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്തൊക്കെയാണ് 5 സിസ്റ്റമാറ്റിക് വേസ് എന്ന് പറയുന്നത്? കളക്ഷൻ ഓഫ് വേരിയബിലിറ്റി, അതെന്താ ഞാൻ പറയാം. മറ്റൊന്ന് ഒന്നുകൂടെ പറയുന്നതുകൊണ്ടാണ് കളക്ഷൻ ഓഫ് വേരിയബിലിറ്റി. 2 ഇവാലുവേഷൻ ആൻഡ് സെലക്ഷൻ ഓഫ് പേരന്റ്. ദെൻ ക്രോസ് ഹൈബ്രിഡൈസേഷൻ എമംഗ് സെലക്ടഡ് പേരന്റ്. ദെൻ 4 സെലക്ഷൻ ആൻഡ് ടെസ്റ്റിംഗ് ഓഫ് സുപ്പീരിയർ റീകോമ്പിനന്റ്. 5 ടെസ്റ്റിംഗ്. Then testing and evaluation of evaluation and commercialization of superior recombinant എഴുതി വെച്ചിട്ടുള്ളതാണല്ലേ, അത് പഠിച്ചോണം. ഇനി ആദ്യം എന്താണ് കളക്ഷൻ ഓഫ് വേരിയബിലിറ്റി? അത് ആദ്യം പറയാം. ഇപ്പൊ നമുക്കൊരു എയിം ഉണ്ട്. ഇപ്പോ നിങ്ങൾക്ക് ഒരു പ്രോജക്റ്റ് തരികയാണെന്ന് വെച്ചോളൂ. പിന്നെ ഇന്ത്യൻ കൃഷി ഡിപ്പാർട്ട്മെന്റ്, നിങ്ങളൊരു വലിയൊരു കാർഷിക സയന്റിസ്റ്റ് ആണ്, ശാസ്ത്രജ്ഞനാണ്. നിങ്ങളുടെ നമ്മുടെ കൃഷി മന്ത്രാലയത്തിലുള്ള മന്ത്രി അല്ലെങ്കിൽ ഡയറക്ടർ വിളിച്ച് പറയുകയാണ്, നമുക്ക് നിലവിലുള്ള നെല്ലിനത്തിൽ നെല്ലിനങ്ങളെക്കാൾ മികച്ച ഒരു നെല്ലിനം ഉണ്ടാക്കിയെടുക്കും. അത് പറയും, നിലവിലുള്ള നെല്ലിനത്തേക്കാൾ മികച്ച ഒരു നെല്ലിനം ഉണ്ടാക്കിയെടുക്കും. അപ്പോൾ അത് നിങ്ങൾ ഏൽപ്പിക്കണം. അതിനുവേണ്ടി നിങ്ങൾക്ക് ചിലപ്പോൾ ആരുടെ പ്രോജക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് 5 കോടി രൂപയൊക്കെ തരും. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഓഫീസ് സെറ്റ് ചെയ്യാം, ഒരു ലാബ് സെറ്റ് ചെയ്യാം, വാഹനങ്ങൾ വാങ്ങാം, ആൾക്കാരെല്ലാം പോസ്റ്റ് ചെയ്യാം, റിസർച്ച് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞ ആൾക്കാർ പോസ്റ്റ് ഒക്കെ ചെയ്യാം. ഇതെല്ലാം കഴിഞ്ഞ് നിങ്ങൾ ആദ്യം ചെയ്യാൻ പോവാണ്, നിലവിലുള്ള നെല്ലിനേക്കാൾ ഏറ്റവും നല്ല നെല്ലാണ് ഉണ്ടാക്കേണ്ടത് അല്ലേ. നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? നിങ്ങൾ എല്ലാത്തരം നെല്ല് പ്ലാന്റുകളെയും കളക്ട് ചെയ്യണം. കാരണം നിലവിലുള്ളതിനേക്കാൾ ഏറ്റവും നല്ല നെല്ലാണ് ഉണ്ടാക്കേണ്ടതെങ്കിൽ ആദ്യം നിലവിലുള്ള നെല്ലുകൾ ഏതാണെന്നൊക്കെ അറിയട്ടെ. അപ്പൊ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? എല്ലാത്തരം നെൽച്ചെടികളെയും കളക്ട് ചെയ്യണം. അതാണ് ഇത് രാജ്യത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത്. സോ ദിസ് കാർഡ് കളക്ഷൻ ഓഫ് വേരിയബിലിറ്റി. മനസ്സിലായില്ലേ? We are collecting all the plant species of the one variety of we are collecting all the plant species of a variety and all cultivated variety നെല്ലിന്റെ കൃഷി ചെയ്യുന്നത് and all its wild relatives. അതായത് ഇന്നിപ്പോ കൃഷി ചെയ്യുന്ന ഈ നെല്ലിനങ്ങളുടെ എല്ലാം വൈൽഡ് ആയിട്ടുള്ള ബന്ധുക്കൾ വനങ്ങളിൽ കാണും. നമുക്ക് താല്പര്യമില്ലാത്തതായിരിക്കും അതൊക്കെ. നമ്മളിപ്പോ കൃഷി ചെയ്യുന്ന പേരൊക്കെ ഇത്രയും പേരൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ കാട്ടിൽ പോയിട്ട് വിറവടിക്കാൻ അവിടെ പേരൊക്കെ കാണും, അതേ കാണും, മധുരവും കാണത്തില്ല, കയ്പുമായിരിക്കും. പക്ഷെ അതിന് രോഗങ്ങളൊന്നും വരത്തില്ല. പക്ഷെ നമ്മളോട് നടന്ന പേരൊക്കെയാണെങ്കിൽ പുഴുക, അവിടെ പുഴുവൊന്നും കയറത്തില്ല. കാര്യം എന്താ? അത് വൈൽഡ് വെറൈറ്റി. അപ്പൊ അതിനകത്തൊരു ഗുണമുണ്ട്. എന്താണ്? ദേ ആർ പെസ്റ്റ് റെസിസ്റ്റന്റ്, ഡിസീസ് റെസിസ്റ്റന്റ്. ഇവിടെ ഉള്ളതാണെങ്കിലോ ഹൈ ഈൽഡ് ആണ്, പക്ഷെ എന്തല്ല പെസ്റ്റ് റെസിസ്റ്റന്റ്, ഡിസീസ് റെസിസ്റ്റന്റും അല്ല. മനസ്സിലായി? അപ്പൊ നമ്മൾ ഇപ്പൊ കൃഷി ചെയ്യുന്ന എല്ലാ ചെടിയുടെയും വൈൽഡ് വെറൈറ്റീസ് എവിടെയുണ്ട്? വനങ്ങളിലും. അതിനെ കളക്ട് ചെയ്യണം. നമ്മൾ വേസ്റ്റ് ആയിട്ട് കളഞ്ഞ കൃഷി പ്രദേശത്ത് പോയാൽ അവിടെ കയറി നെല്ലിനങ്ങൾ കാണും, നെൽച്ചെടിയുടെ വേറെ റിലേറ്റീവ്സ് കാണും, അതിനെ കളക്ട് ചെയ്യണം. ഇപ്പം നമ്മൾ തന്നെ ഇവിടെ പിന്നെ വഴുതനങ്ങയുടെ ഒരു റിലേറ്റീവ് പ്ലാന്റാണ് ചുണ്ടയ്ക്ക. വലിയ ചുണ്ടയുണ്ട്, ചെറിയ ചുണ്ടയുണ്ട് അല്ലേ. ഇതൊക്കെ വെറുതെ കിടപ്പുണ്ട്. ഇതിനകത്തൊക്കെ നമുക്ക് ഈ വഴുതനങ്ങനെയൊക്കെ കൊണ്ടുവരാൻ പറ്റിയ നല്ല ഗുണങ്ങൾ കാണും. കാരണം ഇവ എല്ലാം തന്നെ ഒരേ ഫാമിലി വരുന്നതാണ്, സൊളനേസിയുടെ ഫാമിലി വരുന്നതാണ്. സ്പീഷീസ് ഒന്ന് മാറുവാണെങ്കിൽ നമുക്ക് അവരുടെ സ്വഭാവങ്ങളെ കമ്പൈൻ ചെയ്തെടുക്കാൻ കഴിയും, ജീവികൾ മാറ്റിയെടുക്കാൻ കഴിയും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം വി ആർ കളക്ടിങ് ഓൾ ദ പ്ലാന്റ് സ്പീഷീസ്. അതിന്റെ വിഷയം വരുന്നതാണ് ദിസ് കാർഡ് കളക്ഷൻ ഓഫ് വേരിയബിലിറ്റി. ഇപ്പൊ പുസ്തകത്തിൽ പറഞ്ഞു നോക്കൂ, കളക്ഷൻ ഓഫ് വേരിയബിലിറ്റീസ്, ജനറ്റിക് വേരിയബിലിറ്റീസ് ആർ റൂട്ട് ഓഫ് എനി പ്ലാന്റ് ബ്രീഡിംഗ് പ്രോഗ്രാം. ഞങ്ങൾ ചോദിച്ചിട്ടുള്ളതാണ്, ഒരു പ്ലാന്റ് ബ്രീഡിംഗ് പ്രോഗ്രാമിന്റെ റൂട്ട് ഏതാണ്? കളക്ഷൻ ഓഫ് വേരിയബിലിറ്റീസ് റൂട്ട് ഓഫ് എനി പ്ലാന്റ് ബ്രീഡിംഗ് പ്രോഗ്രാം. നിങ്ങൾ ഏത് പ്ലാന്റ് ബ്രീഡിംഗ് പ്രോഗ്രാം തുടങ്ങുവാണെങ്കിലും നിങ്ങൾ ആദ്യം ചെയ്യുന്നതാണ് ഈ കളക്ഷൻ ഓഫ് വേരിയബിലിറ്റി. അത് അത്യാവശ്യമാണ്. നിങ്ങൾ എല്ലാ നെൽച്ചെടികളെയും കളക്ട് ചെയ്യണം. ഇന്ത്യയിലുള്ളത്, വിദേശ രാജ്യങ്ങളിലുള്ളത്, ലോകത്ത് എവിടെയൊക്കെ നെൽച്ചെടി ഉണ്ടോ അതെല്ലാം കളക്ട് ചെയ്ത് ഉണങ്ങിക്കൊണ്ട് പോകുകയല്ലേ ചെയ്യണം. പിന്നെയോ അതെല്ലാം നിങ്ങളുടെ ഈ റിസർച്ച് സ്ഥലത്ത് നെൽവയലിൽ വളർത്തണം, വളർത്തി അത് നിരീക്ഷിക്കണം. അത് ഏറ്റവും നല്ലത് ഏതാന്ന് നോക്കണം. മനസ്സിലായില്ലേ? അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന ഗുണങ്ങൾ എല്ലാം നോക്കണം. രോഗപ്രതിരോധ ശേഷിയുള്ള ചെടി ഏതാണ്, ഹൈ ഈൽഡ് തരുന്ന ചെടി ഏതാണ്, ഇങ്ങനെ എല്ലാം ഒബ്സർവ് ചെയ്യാൻ വേണ്ടി നമ്മളെല്ലാം കളക്ട് ചെയ്യണം. മനസ്സിലായാലോ? ഇങ്ങനെ കളക്ട് ചെയ്യുന്ന എല്ലാ ചെടിക്കും ഒരു പേരുണ്ട്. അതിന്റെ പേരാണ് ജേം പ്ലാസം എന്ന് പറയുന്നത്. ജേം പ്ലാസം പുസ്തകം കൊടുത്തിട്ട് പറയാം. അതായത് മെനി ക്രോപ്സ്, നമ്മളിന്ന് കൃഷി ചെയ്യുന്ന ക്രോപ്പിന്റെ പ്രീ എക്സിസ്റ്റിംഗ് ജനറ്റിക് വേരിയബിലിറ്റീസ് അവൈലബിൾ ഇൻ ദ വൈൽഡ് റിലേറ്റീവ്സ് ഓഫ് ക്രോപ്പ്. നമ്മളിന്ന് കൃഷി ചെയ്യുന്ന പല ക്രോപ്പിന്റെയും മുൻപുണ്ടായിരുന്ന ചെടികൾക്കകത്ത് ഒരുപാട് ജീനുകളുണ്ട്. അതെല്ലാം തന്നെ എവിടെ അവൈലബിൾ ആയിരിക്കും? വൈൽഡ് റിലേറ്റീവ്സിൽ കാണും. ഇന്നിപ്പോ കൃഷി ചെയ്യുന്ന നിങ്ങളുടെ നെൽച്ചെടിക്കകത്ത് ഇല്ലാത്ത പല ഗുണങ്ങളും കാട്ടിലുള്ള നെൽച്ചെടിക്കുണ്ട്. അവയ്ക്ക് രോഗപ്രതിരോധ ശേഷി കാണും,
കീടപ്രതിരോധ ശേഷിയാണ്, അതൊന്നും നമ്മൾ കൃഷി നെല്ലിനില്ല അല്ലെ. അപ്പൊ ഈ നെൽച്ചെടിക്ക് ഉണ്ടാകേണ്ട ചില ഗുണങ്ങൾ അവയിലുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു കളക്ട് ദം അല്ലെ. സോ കളക്ഷൻ ഓഫ് ആൻഡ് പ്രിസർവേഷൻ ഓഫ് ഓൾ ഡിഫറെന്റ് വൈൽഡ് വെറൈറ്റീസ് ആൻഡ് ഇറ്റ്സ് relative plants cultivated at different areas and requisite for the effective exploration of natural genes അവൈലബിൾ ഇൻ എ പോപ്പുലേഷൻ. അപ്പോൾ നമ്മൾ ഇതിനു വേണ്ടി ഞാൻ പറഞ്ഞിരിക്കുകയാണ്. അതായത് നമുക്കൊരു ജീനുകളെ നാച്ചുറൽ ആയിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യണമെങ്കിൽ ഇവയുടെ എല്ലാ പ്ലാന്റും അതിന്റെ എല്ലാ വെറൈറ്റികളും അതിന്റെ വൈൽഡ് റിലേറ്റീവ്സും എല്ലാം കളക്ട് ചെയ്യണം. ഏത് രൂപത്തിലാണ്? വി ക്യാൻ കളക്ട് ചെയ്തർ ഇൻ ദ ഫോം ഓഫ് പ്ലാന്റ് ഓർ ഇൻ ദ ഫോം ഓഫ് സീഡ് അല്ലെ. നമ്മളൊരു പ്ലാന്റ് ഗ്രൂപ്പിനെ മുഴുവൻ കളക്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? വി ആർ കളക്ടിങ് ഇറ്റ്സ് ജീൻ, അതിന്റെ ജീനുകളാണ് കളക്ട് ചെയ്യുന്നത് അല്ലെ. ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ കോഴിയുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ കോഴിയുടെ ജീനുണ്ട്. നിങ്ങളുടെ വീട്ടിൽ പൂച്ചയുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ പൂച്ചയുടെ ജീനുണ്ട് അല്ലെ. നിങ്ങളുടെ വീട്ടിൽ തവളയുണ്ടെന്ന് പറഞ്ഞാൽ തവളയുടെ ജീനുണ്ടെന്ന് അല്ലെ. നിങ്ങളുടെ വീട്ടില് പിന്നീട് പെങ്കിന്റെ ജീനുണ്ടോ? ഇല്ല. എന്താ നിങ്ങളുടെ വീട്ടിൽ പെങ്കിന്? അപ്പൊ നിങ്ങളുടെ വീട്ടിലൊരു ജന്തു ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ ജീനുണ്ടെന്ന് അർത്ഥം. അപ്പൊ നമ്മളൊരു ചെടിയുടെ എല്ലാ വെറൈറ്റിയും കളക്ട് ചെയ്യുമ്പോൾ നമ്മൾ പറയുന്നു വി ഹാവ് ഓൾ ദ കളക്ഷൻ ഓഫ് ജീൻസ് ഇൻ യുവർ ഹാൻഡ്. ശരിയല്ലേ? മേ ബി ഇൻ ദ ഫോം ഓഫ് പ്ലാന്റ് ഓർ മേ ബി ഇൻ ദ ഫോം ഓഫ് സീഡ്. നിങ്ങൾ സീഡ് രൂപത്തിലായിരിക്കാം അല്ലെങ്കിൽ പ്ലാന്റ് രൂപത്തിലായിരിക്കും. വി ഹാവ് ജീൻസ് അല്ലെ. അപ്പൊ അതിന് വിളിക്കുന്ന പേരെന്താണ്? ജേംബ്ലാസം. ഡെഫിനിഷൻ എന്നത് കേട്ടോളൂ. ദ എൻറ്റയർ കളക്ഷൻ ഇൻ ദ ഫോം ഓഫ് പ്ലാന്റ് ഓർ സീഡ് ഹാവിംഗ് ആൾ ദ ഡൈവേഴ്സ് അലീൽസ് ഫോർ ഓൾ ജീൻസ്. ഒരു ജീനിന്റെ എല്ലാ ഡൈവേഴ്സ് അലീലും. എന്താണ് ഡൈവേഴ്സ് അലീൽ എന്ന് പറയുന്നത്? ജീൻ ക്യാപിറ്റൽ ജീൻ എന്ന് പറയുന്നത് പിന്നെ നീളത്തെ നിയന്ത്രിക്കുന്ന ജീനാണെങ്കിൽ സ്മാൾ ജി അതിന്റെ അലീലാണ് അല്ലെ. അതുപോലെ നമ്മളൊരു ചെടിയെ കളക്ട് ചെയ്യുമ്പോൾ അതിന്റെ എല്ലാ ജീനുകളും അവരുടെ ഡൈവേഴ്സ് അലീൽസും, ചിലപ്പോൾ ഒരു ജീനിന് തന്നെ 3 മൾട്ടിപ്പിൾ അലീൽസം എന്ന് പറഞ്ഞ ഒരു പ്രക്രിയകൾ കണ്ടെന്ന് വരും. മൾട്ടിപ്പിൾ അലീൽസം എന്നൊക്കെ പറയും. ഇപ്പൊ മനുഷ്യൻ നിറത്തെ നിയന്ത്രിക്കുന്ന ജീൻ 3 ക്യാപിറ്റൽ എ, ക്യാപിറ്റൽ ബി, ക്യാപിറ്റൽ സി. അതിന്റെ അലീലാണ് ക്യാപിറ്റൽ സ്മാൾ എ, സ്മാൾ ബി, മൾട്ടിപ്പിൾ അലീൽസ് ആണ്. മനുഷ്യന്റെ നിറത്തെ നിയന്ത്രിക്കുന്ന 3 ജീനുകളാണ്. അപ്പൊ മൾട്ടിപ്പിൾ അലീൽസ് ഇങ്ങനെയൊക്കെയുള്ള അത് എല്ലാ ജീനുകളും കളക്ട്. സോ വി ഹാവ് ടു കളക്ട് ഓൾ ദ പ്ലാന്റ് ഇൻ ദ ഫോം ഓഫ് പ്ലാന്റ് ഓർ സീഡ് ഹാവിംഗ് ആൾ ദ ജീൻസ് ആൻഡ് ഇറ്റ്സ് ഡൈവേഴ്സ് അലീൽസ്. കണ്ടോ? ഇതെല്ലാം കൂടെ ചേർത്ത് വിളിക്കുന്ന പേരെന്താണ്? ജേംബ്ലാസം. അതാണ് ജേംബ്ലാസം. ഒന്നുകൂടെ പറയാം, ഞാൻ എഴുതി കാണിക്കുന്നുണ്ട്. The entire collection in the form of plant or seed having all the diverse alleles for the gene in a given crop. ഒരു തന്നിരിക്കുന്ന ക്രോപ്പിന്റെ എല്ലാ ചെടിയും ഹൈബ്രിഡൈസേഷൻ നടക്കുമ്പോൾ എല്ലാ ചെടിയും ഹൈബ്രിഡൈസ് ചെയ്യുന്നുണ്ടോ? അതിന് ഒരു ചെടി കാണും, ഒരു നെല്ല് അല്ലെങ്കിൽ ഗോതമ്പ് അല്ലെങ്കിൽ ചോളം. അതിന്റെ നമ്മൾ ഏത് ചെടി ഹൈബ്രിഡൈസേഷൻ നടത്താൻ പോകുന്നോ ആ ചെടിയുടെ എൻറ്റയർ കളക്ഷൻ വേണ്ടിയവരാണ് ജേംബ്ലാസം. അപ്പൊ കളക്ഷൻ വേരിയബിളിനെ കുറിച്ച് 2 കാര്യം പറയണം. വിച്ച് ഈസ് എ റൂട്ട് ഓഫ് എനി പ്ലാന്റ് ബ്രീഡിംഗ് പ്രോഗ്രാം. 2 ജേംബ്ലാസം എന്താണെന്നാണ്. അപ്പൊ അത് നമുക്ക് ഏത് ചെടിയാണോ ഹൈബ്രിഡൈസേഷൻ നടത്തേണ്ടത് ആ ചെടിയുടെ എല്ലാ രീതിയിലുമുള്ള പ്ലാന്റ് കിട്ടാവുന്ന രീതിയിലുള്ള എല്ലാത്തരം പ്ലാന്റുകളും. ഇപ്പൊ നെല്ലിനാണ് 100 കണക്ക് പഠിക്കും ഒരു ചാപ്റ്റർ. അത് ഏകദേശം 2 ലക്ഷം വെറൈറ്റി ഉണ്ട് നെല്ലിന്. കണ്ടോ? 2 ലക്ഷം വെറൈറ്റി. ഒരു വെറൈറ്റി പേര് ഞാൻ പറയാം, ജയ, വേറൊന്ന് രത്ന, വേറൊന്ന് പിന്നെ ബസ്മതി. ഇങ്ങനെ 3 ഇതുപോലെ 2 ലക്ഷം വെറൈറ്റി ലോകത്തുണ്ട്. അതെല്ലാം നിങ്ങൾ കളക്ട് ചെയ്യണം. അതാണ് റിസർച്ച് സെന്ററുകളൊക്കെ വളരെ വിശാലമുള്ളതായി. നിങ്ങൾ പാലോട് പോയി കഴിഞ്ഞാൽ പാലോട് ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ എന്ന് പറഞ്ഞാൽ എത്രമാത്രം ഏക്കറാണെന്നറിയാം. കായംകുളത്ത് തെങ്ങ് വിള ഗവേഷണ കേന്ദ്രം, ശ്രീകാര്യത്ത് കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രം. വലിയ വിശാലമായി കൊടുത്തത്. നിങ്ങളൊരു ഇത്രയും സ്ഥലം പറഞ്ഞിട്ടായിരുന്നു. അതേപോലെ 2 ലക്ഷം വെറൈറ്റി നെല്ല് കൃഷി ചെയ്യണമെങ്കിൽ എന്തോ സ്ഥലം വേണം. മാത്രമല്ല അവരുടെ വൈൽഡ് റിലേറ്റീവ്സ് ചെടികൾ വനത്തിലുണ്ട്, അത് കൊണ്ടുവരണം. അപ്പൊ ഇതിനൊക്കെ ഒരുപാട് സ്ഥലം വേണം. അതുകൊണ്ടാണ് ഇവിടെ വിശാലമായ റിസർച്ച് സെന്ററുകൾ പലയിടത്തും ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പൊ ഇതിനെക്കുറിച്ച് ഇതിനെ പറയാം. ഇനി 2 ഇവാലുവേഷൻ സെലക്ഷൻ ഓഫ് പേരന്റ്. 2ാം സ്റ്റെപ്പ്. ഇങ്ങനെ നമ്മൾ കളക്ട് ചെയ്തതിനകത്ത് നിന്ന് നമുക്ക് അനുഗുണമായ സ്വഭാവം തിരിച്ചറിയണം അല്ലേ. അപ്പൊ നമുക്ക് വേണ്ടത് ഹൈ ഈൽഡും ഡിസീസ് റെസിസ്റ്റന്റുമാണ് വേണ്ടത് കരുതിക്കോളും. അപ്പൊ എല്ലാ ചെടിയിലും നമ്മൾ എന്ത് നോക്കണം? ആരാണ് കൂടുതൽ ഈൽഡ് തരുന്നത് എന്ന് നോക്കണം വേണ്ടേ. അങ്ങനെ നോക്കി 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 അവസാനം ഇത് കൊള്ളാം, ഇതിൽ നിന്ന് 21 ഗ്രാം നെല്ല് കിട്ടി, ബാക്കി എല്ലാത്തിനും 20, 19 ഉള്ളൂ. അപ്പോൾ ഹൈ ഈൽഡിങ് ആരാണ്? 21 ഗ്രാം നെല്ല് തന്ന ഈ ചെടിയാണ്. സോ വി ഹാവ് കളക്ടഡ് ദ ഹൈ ഈൽഡഡ് പ്ലാന്റ്. ഇവിടുന്ന് എടുത്തത് ഈ 2 ലക്ഷം വെറൈറ്റി എടുത്തതാണ്. മനസ്സിലായി? സോ അതാണ് എന്ത് സെലക്ഷൻ, ഇവാലുവേഷൻ ആൻഡ് സെലക്ഷൻ ഓഫ് പേര്. നമ്മൾ ആദ്യം ഇവാലുവേറ്റ് ചെയ്യണം ആരാണ് നല്ലത്, എവനെ എടുക്കാം, ഇത് പേരന്റ് ആണ്. മനസ്സിലായി? ഇവാലുവേഷൻ ഓഫ് സെലക്ഷൻ ഓഫ് പേര് അതാണ്. എങ്ങനെ പുസ്തകം നോക്കൂ. ജേംബ്ലാസം ഈസ് ഇവാലുവേറ്റഡ് ടു ഐഡന്റിഫൈ വിച്ച് പ്ലാന്റ് വിത്ത് ഡിസേബിൾ ക്യാരക്ടർ. നമുക്ക് താല്പര്യമുള്ള ക്യാരക്ടർ ഉണ്ട്, അതാണ് ഡിസേബിൾ ക്യാരക്ടർ. ഏതിനാണ് ഉള്ളത്? ഹൈ ഈൽഡ് ആണെങ്കിൽ അത്, ഡിസീസ് റെസിസ്റ്റന്റ് ആണെങ്കിൽ അത്, പെസ്റ്റ് റെസിസ്റ്റന്റ് ആണെങ്കിൽ അത് ഏത് ചെടിക്കൊണ്ട് നമ്മൾ ആദ്യം എല്ലാം നോക്കി ഇവാലുവേറ്റ് ചെയ്തെടുക്കണം. എല്ലാ ചെടികളെയും ഓരോന്ന് പരിശോധിച്ചിട്ട് കൊള്ളാം, ഇത് കൊള്ളാം, ഇത് കൊള്ളത്തില്ല, ഇത് കൊള്ളാം, ഇത് കൊള്ളത്തില്ല, അങ്ങനെയല്ലേ
ജോലിക്ക് കാളിനെ എടുക്കുന്നത്. പലയിടത്തും ഇവാലുവേറ്റ് ചെയ്തില്ലേ, ടെസ്റ്റ് എഴുതിക്കും, ഇന്റർവ്യൂ നടത്തും, പിന്നെ ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടെങ്കിൽ അത് നടത്തും. അങ്ങനെ ഏറ്റവും സെലക്ട് ആണോ ഓരോ കാലത്ത് ജോലിക്ക് എടുക്കുന്നത്, അതുപോലെ തന്നെ ഇവിടെ എടുക്കാം. ഇവാലുവേഷൻ, സെലക്ഷൻ ഓഫ് പേരന്റ്. ദെൻ അങ്ങനെ എടുത്ത പേരന്റുള്ള പ്ലാനിനെ നമ്മൾ എന്ത് ചെയ്യണം, പ്യുവർ ലൈൻ ആക്കി എടുക്കണം. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ഇവാലുവേഷൻ സെലക്ഷനകത്ത് വരുന്നതാണ് മേക്കിംഗ് ഇനിന്റെ പ്യുവർ ലൈൻ. അത് നമ്മൾ സെൽഫിംഗ് നടത്തി ആ സ്വഭാവം ഫിക്സ് ചെയ്തെടുക്കും. മനസ്സിലായി? ഇങ്ങനെ സെൽഫിംഗ് നടത്തി ഫിക്സ് ചെയ്തെടുക്കുന്നു, ഇവാലുവേഷൻ നടത്തിയെടുക്കും. അപ്പം രണ്ടാം സ്റ്റെപ്പ് എന്താണ്, we are evaluating and selecting parents. Later, it will be conducted self-pollination and we will fix the character and making pure line ആയിട്ട് എടുക്കും. ഇനി എന്തായാലും മൂന്നാം സ്റ്റെപ്പ്, ക്രോസ് ഹൈബ്രിഡൈസേഷൻ സെലക്ടഡ് പേര്. നമ്മൾ രണ്ടെണ്ണം സെലക്ട് ചെയ്ത്, ഒന്ന് ഹൈ ഈൽഡിംഗ്, ഒന്ന് ഡിസീസ് റെസിസ്റ്റന്റ്. ഒരു ചെടി ഡിസീസ് റെസിസ്റ്റന്റ് ആണെന്ന് അറിയുന്നത് എപ്പോഴാണ് ഡിസീസ് റെസിസ്റ്റന്റ് ആണെന്ന് അറിയുന്നത്? ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നെല്ലി, ഇപ്പോൾ നിങ്ങൾ പറയണം ഇത് എല്ലാ രോഗത്തെയും ചെറുക്കും എന്ന് പറയണമെങ്കിൽ നിങ്ങൾ എങ്ങനെ തെളിയിക്കാൻ കഴിയും? എല്ലാ രോഗമുള്ളത്, രോഗം വന്നോ? ഇല്ല. നിങ്ങൾ എന്താ ചെയ്യുന്നത്? രോഗമുള്ള ഒരു സ്ഥലത്ത് ഒരു നെൽച്ചെടി രോഗം വരാതെ നിൽക്കുമ്പോഴേ നമുക്ക് എന്ത് പറയാനാകത്തുള്ളൂ, ഡിസീസ് റെസിസ്റ്റന്റ് ആണെന്ന് പറയാനാകത്തുള്ളൂ. അപ്പൊ നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവർക്കും പനി വന്നു, നിങ്ങൾക്ക് മാത്രം പനി വന്നില്ല, നിങ്ങൾ ആ വീട്ടിൽ തന്നെ താമസിക്കുന്നെങ്കിൽ നിങ്ങൾ എന്തിന് റെസിസ്റ്റന്റ് ആണ്? നിങ്ങൾ ഡിസീസ് റെസിസ്റ്റന്റ് ആണ്, അല്ലെ? പനിയെ നിങ്ങൾ റെസിസ്റ്റ് ചെയ്യുന്നില്ല. അർത്ഥം നിങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും പനി വന്ന് നിങ്ങൾ ഗൾഫിൽ നിൽക്കുക, എന്നിട്ട് പറയാൻ എനിക്ക് പനി വരുന്നില്ല എന്ന് പറയാൻ കുഴപ്പത്തില്ല. അപ്പോൾ അസുഖം വരാൻ പറ്റിയ ഒരു സാഹചര്യത്തിൽ അസുഖം ഇല്ലാതെ നിൽക്കുന്ന ഒരു ചെടിയാണ് ഡിസീസ് റെസിസ്റ്റന്റ്. അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്തു. രണ്ടെണ്ണം കിട്ടിയല്ലോ. 2 ഘട്ടം കഴിഞ്ഞു. ഒന്ന് കളക്ഷൻ വേരിയബിലിറ്റി, അതിനകത്ത് ചെയ്യാൻ ക്ലാസ്. 2 ഇവാലുവേഷൻ സെലക്ഷൻ ഓഫ് പേരന്റിനകത്ത് വരുന്ന ഒന്നാണ് വി ആർ മേക്കിംഗ് ഇറ്റ് സെലക്ടഡ് ബൈ ഡിസേബിൾ ക്യാരക്ടർ ആൻഡ് വി മേഡ് ഇറ്റ് പ്യുവർ ലൈൻ. മൂന്നാമത്തത് ക്രോസ് ഹൈബ്രിഡൈസേഷൻ. സെലക്ടഡ് പേരന്റ് നേരത്തെ പഠിച്ചല്ലോ, ഹൈബ്രിഡൈസേഷൻ അല്ലെ? എന്ത് ചെയ്യണം? മെയിൽ പ്ലാന്റ് ഫീമെയിൽ പ്ലാന്റ് സെലക്ട് ചെയ്യുന്നു. അതിൽ ഫീമെയിൽ പ്ലാന്റിൽ നിന്ന് ഇമാസ്കുലേഷൻ വഴി ഒരു സാധനം മുറിച്ച് കളയുന്നു. ഏതാണ്? സ്റ്റേമൻ. ഒരു പേപ്പർ കവറിൽ പൊതിയുന്നു. പിന്നെ നമ്മൾ ഏത് പ്ലാന്റ് ആണോ മെയിനായിട്ട് എടുത്ത് അതിന്റെ പോളഗ്രാം കൊണ്ട് ഇട്ട് കൊടുക്കുന്നു, റീബാഗ് ചെയ്യുന്നു, അടുത്ത തലമുറ ഉണ്ടാകുന്നു. അതാണ് ക്രോസ് ഹൈബ്രിഡൈസേഷൻ എമംഗ് സെലക്ടഡ് പേരന്റ്സ്. അപ്പൊ ഇതിനകത്ത് ഒന്നുകൊണ്ട് കാര്യം പറയാനുള്ളത്, നമ്മൾ ഫോർ എക്സാമ്പിൾ പുസ്തകത്തിൽ എക്സാമ്പിൾ പറയുന്നുണ്ട്, ഹൈ പ്രോട്ടീൻ ക്വാളിറ്റി ഉള്ള ഒരു പ്ലാന്റിനെ ഡിസീസ് റെസിസ്റ്റന്റ് ആയിട്ട് ക്രോസ് ചെയ്യാൻ പോവാണ്. നമ്മൾ രണ്ട് ഡിസേബിൾ ക്യാരക്ടർ. ഒന്ന് ഹൈ പ്രോട്ടീൻ ക്വാളിറ്റി ഉള്ള ഒരു പ്ലാന്റ്, ഇപ്പൊ പയർ പ്രോട്ടീൻ പയറിനകത്തുണ്ട്, പക്ഷെ ഹൈ പ്രോട്ടീൻ ഉള്ള ഒരു ചെടി നമ്മൾ സെലക്ട് ചെയ്യും പയറിനകത്ത്, പക്ഷെ അതിന് രോഗം വരുന്നു. അപ്പോഴാണ് ലോ പ്രോട്ടീൻ ഉള്ള ചെടി അവിടെ നിൽപ്പുണ്ട്, പക്ഷെ അതിന് രോഗം വരുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഹൈ പ്രോട്ടീൻ ഉള്ള ഈ ചെടിയും രോഗം വരുന്ന ഈ ചെടിയും ലോ പ്രോട്ടീൻ ഉള്ള എന്നാൽ രോഗം വരാത്ത ചെടിയും ക്രോസ് ചെയ്യും. അങ്ങനെ നമുക്ക് എന്ത് കിട്ടും? എ പ്ലാന്റ് വിത്ത് ഹൈ പ്രോട്ടീൻ ആൻഡ് ഡിസീസ് റെസിസ്റ്റന്റ്, അല്ലേ? ഇതൊരു പയറി, ഇത് മറ്റൊരു പയറി. ഇത് ഹൈ പ്രോട്ടീൻ പക്ഷേ ഡിസീസ് റെസിസ്റ്റന്റ് ആണ്. ഇതാണെങ്കിൽ ലോ പ്രോട്ടീൻ പക്ഷേ ഡിസീസ് റെസിസ്റ്റന്റ് ആണ്. നമ്മൾ ക്രോസ് ചെയ്യുന്നത് കിട്ടണം നമുക്ക് ഹൈ പ്രോട്ടീനും കിട്ടും, ഡിസീസ് റെസിസ്റ്റന്റ് കിട്ടും. ഇതെല്ലാം നമ്മുടെ ഉദ്ദേശം. ഇതിന് എന്ത് ചെയ്യണം? ഇതിനെ നമ്മൾ ഫീമെയിൽ ആയിട്ട് എടുക്കുന്നു, ഇതിനെ മെയിൽ ആയിട്ട് എടുക്കുന്നു. തിരിച്ചു ചെയ്താൽ മതി. ഇത് ബൈസെക്ഷൽ ആണെങ്കിൽ എന്നിട്ട് ഇതിന്റെ പൂരാകുന്ന ആന്തം മുറിച്ച് കളയുന്നു, ഇമാസുലേഷൻ കവർ ചെയ്യുന്നു. പറയണ്ടാവില്ല, പഠിച്ചാൽ അങ്ങനെ തന്നെ ചെയ്യും. അടുത്ത ഉണ്ടാക്കി. അപ്പൊ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നമ്മൾ ഉദ്ദേശിച്ച സ്വാതന്ത്ര്യം കമ്പനി ചെയ്ത് വരുമെന്നാണ് കരുതിയിരിക്കുന്നത്. ഒരിക്കലും നമ്മളുടെ ഉദ്ദേശം എന്താണെന്ന് ചെടിക്കറിയാമോ? അറിയത്തില്ല. ചെടി റാൻഡമായിട്ടാണ് ചെടികളെ കമ്പൈൻ ചെയ്യുന്നത്. കമ്പൈൻ ചെയ്യുമ്പോൾ റാൻഡമായിട്ടാണ് സ്വഭാവം എക്സ്പ്രസ് ചെയ്യുക. ഇപ്പം വലിയ മാങ്ങ പുളിപ്പ്, ചെറിയ മാങ്ങ മധുരമുള്ള 2 മാവിനെയും ക്രോസ് ചെയ്യുമ്പോൾ ഈ 2 മാവിനകത്ത് 100 കണക്കിന് വ്യത്യാസങ്ങൾ വേറെ കാണത്തില്ലേ? വലിയ ഇല, ചെറിയ ഇല, അറ്റം ചുരുണ്ട ഇല, അറ്റം ചുരുളാത്ത ഇല, കട്ടിയുള്ള സ്റ്റെം, കട്ടി കുറഞ്ഞ സ്റ്റെം, അല്ലെ? പൂവിന്റെ ദളത്തിൽ നിറ വ്യത്യാസം, അങ്ങനെ ഒരുപാട്. അതൊക്കെയായിരിക്കും കമ്പൈൻ ചെയ്ത് തരുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യത്തിൽ തന്നെ കമ്പൈൻ ചെയ്ത് തരത്തില്ല. സോ എ ക്രോസ് ഡു നോട്ട് സപ്പോസ് ടു ബി കമ്പൈനിങ് ദ ഡിസേബിൾ ക്യാരക്ടർ ആസ് വി എക്സ്പെക്ട് ദ ബ്രീഡർ, അല്ലെങ്കിൽ ആസ് ദ ബ്രീഡർ എക്സ്പെക്ട്, അല്ലെ? ഒരു ബ്രീഡർ ഉദ്ദേശിക്കുന്ന സ്വാതന്ത്ര്യം തന്നെ കമ്പൈൻ ചെയ്ത് തരാനുള്ള സാധ്യത ഇല്ല. ഞാൻ തന്നെ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ, ബർണാഷായ നാടകം തന്നെയാണ്. ബർണാഷ വിരൂപനായ ബുദ്ധിമാൻ, നാടകനടി മന്ദബുദ്ധിയായ സുന്ദരി. ആ സുന്ദരി എന്താ പറയുക? ബർണാഷ എടുത്ത് നമ്മൾ കല്യാണം കഴിക്കാം, നമുക്കുണ്ടാകുന്ന കുട്ടി അങ്ങയുടെ ബുദ്ധിയും എന്റെ സൗന്ദര്യമാണെങ്കിൽ അവൻ ലോകത്തെ വെല്ലും, അല്ലേ? പക്ഷെ എന്താ സംഭവിക്കുന്നത്? തിരിച്ചു പറഞ്ഞ എന്താ ബർണാഷ? തിരിച്ചാണെങ്കിലോ അങ്ങനെ സംഭവിക്കാമല്ലോ. നിന്റെ മന്ദബുദ്ധിതരവും എന്റെ സൗന്ദര്യവുമാണ് വരുന്നതെങ്കിൽ അവനൊന്നിനും കൊള്ളാതെ പോകത്തില്ലേ? പക്ഷെ അവർക്കൊരു ചാൻസ് ഉണ്ട്. എന്താന്ന് പറയുമ്പോൾ
അവരിങ്ങനെ കല്യാണം കഴിച്ചതിന് ശേഷം അല്ലെ ഓരോ വർഷം ഒരു കുട്ടി വെച്ച് ഇങ്ങനെ പ്രസവിച്ച് ഒരു 10-20 കുട്ടികളെ സൃഷ്ടിക്കുമ്പോൾ അല്ലെ ഏതെങ്കിലും ഒരു കുട്ടിക്ക് എന്ത് വരാം? ഈ സ്ത്രീയുടെ സൗന്ദര്യവും അയാളുടെ ബുദ്ധിയും വന്നൂടെ വരാം. 20 കുട്ടികളുണ്ട്, ഒരു കുട്ടിക്ക് ഇങ്ങനെ കിട്ടി, ബാക്കി 19 കുട്ടികളെ കൊല്ലാനൊക്കുമോ? ഒക്കില്ല. പക്ഷെ ചെടികൾ എന്ത് ചെയ്യാം? നമ്മൾ ഇങ്ങനെയുള്ള ക്രോസർ 1000 എണ്ണം ചെയ്യൂ, ഒരു 100 മുതൽ 1000 എണ്ണം ചെയ്യും. എന്നിട്ട് അടുത്ത തലമുറ പരിശോധിച്ച് നോക്കണം, ഒരു ചെടിക്ക് അങ്ങനെ കിട്ടി കൊള്ളാം, നമ്മൾ ആ ചെടിയും എടുത്തു, ബാക്കി 999 ചെടി നശിപ്പിച്ചു. അങ്ങനെ ചെയ്തുകൂടെ? ആരും അടിക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോ the disabled characters may combine. The chance of combining the disabled character is very negligible. It do not ensure the combination of disabled characters. So, in order to ensure the combination of disabled characters, we have to conduct the cross up to how many times? 1000 times. അതായത് ഒരെണ്ണം ചെയ്ത് നോക്കി, അടുത്ത ചെയ്ത് നോക്കി, അങ്ങനെയല്ല ചെയ്ത്. പിന്നെ 1000 ക്രോസുകൾ ഒരേ സമയം നമുക്ക് ചെയ്യും. എന്നിട്ട് 1000 തലമുറയെ ഒരേ സമയം ഉണ്ടാക്കി. എന്നിട്ട് അത് ഒബ്സർവ് ചെയ്യും, ഏതാ നമ്മൾ ഉദ്ദേശിച്ച കാര്യത്തിൽ കിട്ടിയത്. അത് അടുത്ത സ്റ്റെപ്പാണ്. അപ്പോൾ ക്രോസ് ഹൈബ്രിഡൈസേഷൻ among the disabled characters. പുസ്തകത്തിൽ പറയുന്നത് it is not necessary that hybrid do combine the disabled characters. അത് നിർബന്ധമൊന്നുമില്ല. ഹൈബ്രിഡ് ഉണ്ടായിരുന്ന ഇത് ഹൈബ്രിഡ് ശരിയാണ്, ഇതിന്റെ തമ്മിൽ കോമ്പിനേഷൻ. Hybrid do not bear the disabled characters. So only one of the few 100 to 1000 എന്തെങ്കിലും 100 മുതൽ 1000 ക്രോസുകൾ ചെയ്താലേ 1-2 ചെടികൾ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്വഭാവങ്ങൾ കമ്പൈൻ ചെയ്തിട്ടുള്ളൂ. ഷോ ദ ഡിസേബിൾ കോമ്പിനേഷൻ. അപ്പോൾ മൂന്നാം സ്റ്റെപ്പ് ക്രോസ് ഹൈബ്രിഡൈസേഷൻ സെൽക്രിപ്റ്റ് മനസ്സിലായല്ലോ. ഹൈബ്രിഡൈസേഷൻ നടത്തുക, എന്നിട്ട് എന്ത് ചെയ്യണം? ഒരു ക്രോസിലൊന്നും നമ്മൾ ഉദ്ദേശിച്ച കാര്യം കമ്പൈൻ ചെയ്തിട്ടില്ല, ഒരേ ക്യാരക്ടർ കമ്പൈൻ മനസ്സിൽ കരുതിക്കൊണ്ട് 100 മുതൽ 1000 ക്രോസ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു ചെടിയിൽ എന്ത് ചെയ്യാം? ഈ സ്വഭാവങ്ങൾ കമ്പൈൻ ചെയ്ത് വരാം. നമ്മൾ എന്ത് ചെയ്യണം? അതാണ് അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ അതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. ഇനി അടുത്തത് ആ കമ്പൈൻ ചെയ്ത് കണ്ടുപിടിക്കുന്നില്ല അല്ലെ? അതാണ് 4 സ്റ്റെപ്പ്. എന്താണ്? സെലക്ഷൻ ആൻഡ് ടെസ്റ്റിംഗ് ഓഫ് സുപ്പീരിയർ റീകോമ്പിനന്റ്. ഇങ്ങനെ 1000 ചെടികൾ നമ്മൾ നട്ടതിന് ശേഷം ഓരോ നോക്കുകയാണ്, ഇത് കൊള്ളാം, ഇത് നമ്മൾ ഉദ്ദേശം വന്നിട്ടില്ല, ഒരെണ്ണം കിട്ടിക്കൊള്ളാം. ഇങ്ങനെ സുപ്പീരിയർ ഏറ്റവും നല്ല റീകോമ്പിനെ സെലക്ട് ചെയ്തെടുക്കണം, ടെസ്റ്റ് ചെയ്യാൻ വേണം. മനസ്സിലായില്ല? അതാണ് സെലക്ഷൻ ആൻഡ് ടെസ്റ്റിംഗ് ഓഫ് സുപ്പീരിയർ റീകോമ്പിനന്റ്. അതായത് ഇത് ഹൈബ്രിഡ് ദാറ്റ് ഈസ് ന്യൂലി സെലക്ടഡ് മേ ബി ഇവാലുവേറ്റഡ് ഫോർ ഇറ്റ്സ് ന്യൂ ക്യാരക്ടർ. അതിന്റെ ക്യാരക്ടർ എല്ലാം തന്നെ നന്നായിട്ട് ഇവാലുവേറ്റ് ചെയ്തെടുക്കണം. എങ്ങനെയാണ്? കൃഷിയിടത്തിൽ കൃഷി ചെയ്ത് അതിന് ഇവാലുവേഷൻ നടത്തണം. ഇത് കൊള്ളാമോ കൊള്ളത്തില്ല എന്നീ ഒരു കാര്യം കൂടെ ഉണ്ട്. ഈ കൃഷി ചെയ്തതിന്റെ വ്യത്യാസം. ഇപ്പം ഈ ഒരു ചെടി അതിന്റെ സ്വഭാവങ്ങൾ വളരെ നീറ്റായിട്ടല്ല ഏറ്റവും നന്നായി കാണിക്കുന്നത് എവിടെയാണ്? ഏറ്റവും ഐഡിയൽ കണ്ടീഷനാണ് അല്ലേ? ഇപ്പൊ ഇന്ത്യയിലേക്ക് മൊത്തത്തിൽ നടാൻ വേണ്ടി ഒരു നെല്ലുണ്ടാക്കി കഴിഞ്ഞാൽ ഇന്ത്യയിലെല്ലാം ഒരേ കാലാവസ്ഥയാണോ? കേരളത്തിലെ കാലാവസ്ഥയാണോ തമിഴ്നാട്ടിൽ? തമിഴ്നാട്ടിലെ കാലാവസ്ഥയാണോ ആന്ധ്രയിലെ കാലാവസ്ഥയാണോ പഞ്ചാബിൽ? അല്ല. അപ്പൊ നമ്മൾ ഇന്ത്യക്ക് മൊത്തത്തിൽ വേണ്ടി ഉണ്ടാകുന്ന ചെടിയായതുകൊണ്ട് ഈ ചെടിയുടെ എല്ലാ നല്ല ഗുണങ്ങളും ഇന്ത്യയിലുള്ള വ്യത്യസ്ത സ്ഥലത്ത് കൃഷി ചെയ്താൽ കാണിക്കുന്നുണ്ടെന്ന് പരിശോധിക്കണം അല്ലെ? അപ്പൊ ആദ്യം നമ്മൾ ഇതിനവിടെ ചെക്ക് ചെയ്യണം, റിസർച്ച് ഫീൽഡിൽ ചെക്ക് ചെയ്യണം. ഈ അണ്ടർ ഐഡിയൽ കണ്ടീഷൻ എല്ലാ കണ്ടീഷനും കൊടുത്തുകൊണ്ട് വെള്ളം, തണുപ്പ്, ചൂട്, പിന്നെ വളങ്ങൾ, പിന്നെ അത് ഈ സ്പ്രിംഗ്ലറൊക്കെ ഇട്ട് വെള്ളമൊക്കെ ഇങ്ങനെ ചീറ്റി കൊടുക്കും. പിന്നെ മഴ കൂടാരമൊക്കെ കെട്ടി മഴയടിക്കാതെ നോക്കും. എല്ലാ കൃഷിസ്ഥലത്തും അങ്ങനെയാണോ? അവിടെ നല്ല വിളവ് വരുന്ന ചെടിയെ നമ്മൾ അഗ്രോണമിക് സോണുകൾ, വ്യത്യസ്ത അഗ്രോണമിക് സോണുകളുണ്ട് ഇന്ത്യയിൽ. അവിടെ എല്ലാം മാറി മാറി കൃഷി ചെയ്ത് അത് ഇവാലുവേറ്റ് ചെയ്യണം. ഇവിടെ കൊള്ളാം, പഞ്ചാബിൽ ആ കൊള്ളാം, ആന്ധ്രയിൽ ആ കൊള്ളാം, കേരളത്തിൽ ആ കൊള്ളാം. ഇങ്ങനെ എല്ലായിടത്തും നോക്കിയതിനു ശേഷം ഇതെല്ലാം ചെക്ക് ചെയ്യണം. അതാണ് എന്ത്? ഇവാലുവേഷൻ സെലക്ഷൻ ഓഫ് സുപ്പീരിയർ റീകോമ്പിനന്റ്. പിന്നെ ടെസ്റ്റിംഗ് ആൻഡ് കൊമേഴ്സ്യലൈസേഷൻ ഓഫ് സുപ്പീരിയർ റീകോമ്പിനന്റ്. അഞ്ചാമത്തത് ആ സ്റ്റെപ്പ് അതാണ്. അഞ്ചാമത്തെ സ്റ്റെപ്പ് ടെസ്റ്റിംഗ് ആൻഡ് കൊമേഴ്സ്യലൈസേഷൻ. വീണ്ടും ചെക്ക് ചെയ്യണം. അവിടെ ചെക്ക് ചെയ്യണം. ആദ്യം നമ്മൾ ഐഡിയൽ കണ്ടീഷൻ അത് റിസർച്ചിലാണ് ചെക്ക് ചെയ്യണം ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ടെസ്റ്റിംഗ് റിലീസാണ്. ടെസ്റ്റിംഗ് റിലീസ് ആൻഡ് കൊമേഴ്സ്യലൈസേഷൻ ഓഫ് സുപ്പീരിയർ റീകോമ്പിനന്റ്. അത് കഴിഞ്ഞിട്ട് ഇന്ത്യയുടെ വ്യത്യസ്ത അഗ്രോണമിക് സോൺ ചെക്ക് ചെയ്യണം അല്ലേ? വ്യത്യസ്ത കാലാവസ്ഥയിൽ ചെയ്ത് നോക്കണം. എന്നിട്ട് കൃഷിക്കാരന്റെ ഫീൽഡിൽ കൊണ്ടുപോയി ചെയ്ത് നോക്കണം. എത്ര തവണ? മിനിമം 3 തവണ. അറ്റ് 3 times ഡിഫറെന്റ് സീസൺ. ഓരോ സീസണിൽ മാറി മാറി കൃഷി നോക്കണം. ഉഷ്ണകാലത്ത് നമുക്ക് തന്നെ നെൽപ്പാടത്ത് ഇരിപ്പു കൃഷിയുണ്ട് അല്ലെ? 2 കൃഷിയാണ്. ഒരു 6 മാസം കഴിഞ്ഞ് വീണ്ടും രോഗം. ചിലപ്പോൾ ഒരുപ്പു കൃഷി കാണപ്പെടുക. കാരണം കോൾ നിലങ്ങളൊക്കെയാണ്, ചതുപ്പ് നിലങ്ങളൊക്കെയാണ്. അവിടെ 2ാം കൃഷി സമയത്ത് വെള്ളം കയറും, അതുകൊണ്ട് കൃഷി ചെയ്യാൻ പറ്റില്ല. അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളെല്ലാം മാറി മാറി വ്യത്യസ്ത സീസണിൽ കൃഷി ചെയ്തുകൊണ്ട് വീണ്ടും ഇവാലുവേറ്റ് ചെയ്യണം. ഇങ്ങനെ എല്ലായിടത്തും കൃഷി ചെയ്തു ഇവൻ നല്ല ഈൽഡൊക്കെ തരുന്നു മനസ്സിലാക്കി കഴിഞ്ഞ ശേഷം കർഷകനെ വിളിച്ചു കൊടുത്താൽ കർഷകൻ കൊണ്ടുപോകത്തില്ല. പിന്നെന്ത് പറയണം?
അപ്പൊ ടെസ്റ്റിംഗ് എന്നാന്ന് പറയാം. ആദ്യം ഇറ്റ് മസ്റ്റ് ബി ടെസ്റ്റഡ് ഇൻ ദ ഐഡിയൽ കണ്ടീഷൻ ഇൻ റിസർച്ച് ഫീൽഡ്. 2 ഇറ്റ് മസ്റ്റ് ബി ടെസ്റ്റഡ് ഇൻ ദ ഡിഫറെന്റ് അഗ്രോണമിക് സോൺ ഓഫ് ഇന്ത്യ. 3 ഇറ്റ് മസ്റ്റ് ബി കൾട്ടിവേറ്റഡ് ഇൻ സെലക്ടഡ് ഏരിയാസ് അറ്റ് ഡിഫറെന്റ് സീസൺസ് മിനിമം 3 ടൈം. 3 സീസണൽ ടൈമിലെങ്കിലും കൃഷി ചെയ്യണം. പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നത്. ആൻഡ് ഇറ്റ് മസ്റ്റ് ബി മെറ്റീരിയലൈസ്ഡ് ഫാർമേഴ്സ് ഫീൽഡ് അറ്റ്ലീസ്റ്റ് 3 ഗ്രോയിങ് സീസൺ. ഫാർമേഴ്സിന്റെ ഫീൽഡിൽ അറ്റ്ലീസ്റ്റ് 3 ഗ്രോയിങ് സീസണിലും കൃഷി ചെയ്ത് വിളവെടുത്ത് പരിശോധിച്ച് നോക്കണം. അത് കഴിഞ്ഞ് കർഷകനെ വിളിച്ച് പറയാം, എടയോ നമ്മൾ നെൽച്ചെടി ഉണ്ടാക്കുന്ന ഈ നെല്ല് 25 വിത്ത് കിട്ടും ഒരു കഥയിൽ നിന്ന്. ഇപ്പൊ കർഷകർ പറയണം 25 വിത്ത എന്തിനാ പറയണം, ഞങ്ങളിപ്പോ കൃഷി ചെയ്യുന്നത് തന്നെ 30 കിട്ടുന്നുണ്ടല്ലോ, പിന്നെ 25 അത് ഞങ്ങൾക്ക് വേണ്ട എന്നെല്ലാവരും പറഞ്ഞല്ലോ. അപ്പൊ എന്തിനാ നമ്മള് എന്നിട്ട് ഇത്രയും കഴിഞ്ഞ ശേഷം നമ്മൾ കർഷകർ കൃഷി ചെയ്യുന്ന ഇപ്പോഴത്തെ ചെടിയുമായിട്ട് ഇവാലുവേറ്റ് ചെയ്യണം. ഈ മസ്റ്റ് കമ്പയർ ഇറ്റ് വിത്ത് ദ മോസ്റ്റ് കൾട്ടിവേറ്റഡ് സ്പീഷീസ് ബൈ ദ ഫാമേഴ്സ്. അല്ലെ, ഫാർമേഴ്സ് കൃഷി ചെയ്യുന്ന ആ ഒരു വെറൈറ്റിയുമായിട്ട് നമ്മൾ ഇതിനെ എന്ത് ചെയ്യണം, ഒന്നുകൂടെ കണക്ട് ചെയ്ത് നോക്കണം. അല്ലെങ്കിൽ അതുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയിട്ട് അതിനേക്കാൾ നല്ലതാണ് ഇത് എന്ന് വരുത്തണം. മനസ്സിലായില്ല? എന്നാൽ എന്തിനെ കർഷകർ എടുക്കത്തുള്ളൂ. അപ്പൊ ഇറ്റ് മസ്റ്റ് ബി കമ്പയർഡ് വിത്ത് ദ യൂഷ്വലി കൾട്ടിവേറ്റഡ് ലോക്കൽ പ്ലാന്റ്സ് ഇൻ ദ ഫാമേഴ്സ്. ഫാമേഴ്സ് കൾട്ട് ചെയ്യുന്ന ലോക്കൽ പ്ലാന്റിന്റെ ഗുണവുമായിട്ട് കമ്പയർ നോക്കിയിട്ടുള്ളൂ. അതിനേക്കാൾ നല്ലതാണ് ഇത് എങ്കിലേ ഗുണം. നിങ്ങളുടെ വീട്ടിൽ കോഴിയുണ്ട്, ഇത്രയും മുട്ട ഇടുകയാണ്. അപ്പൊ നിങ്ങൾ പറയണം എന്നാ ഒരു കോഴി കൊണ്ടുപോയിക്കോളൂ. നിങ്ങളുടെ വീട്ടിൽ ഒരു കോഴി ഒരു മാസം 25 മുട്ട ഇടുകയാണ്. അപ്പോഴാണ് ഒരു പുതിയ വെറൈറ്റി സർക്കാർ പറയുന്നത്, നിങ്ങൾ ആ കോഴിയെല്ലാം കൊന്നു കളഞ്ഞിട്ട് ഈ കോഴിയെ വളർത്തും, ഇതൊരു മാസം 15 മുട്ട ഇടും. നിങ്ങളെന്താ പറയുക? എന്തുകൊണ്ട്? അപ്പോൾ ഇറ്റ് മസ്റ്റ് ബി നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കിയ ചെടിയെ ഇപ്പോൾ കർഷകർ കൃഷി ചെയ്യുന്ന നിലവിലുള്ള ചെടിയുമായിട്ട് കമ്പയർ ചെയ്തിട്ട് അതിനേക്കാൾ നല്ലതാണ് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് എന്ത് ചെയ്യേണ്ടത്, കൊമേഴ്സ്യലൈസേഷൻ വിതരണം ചെയ്യണില്ല. നിങ്ങൾ റേഡിയോയിലൊക്കെ രാവിലെ കേൾക്കാറുണ്ടോ, കൃഷി വകുപ്പ് വഴി പുതിയ നെല്ല് ഇനങ്ങൾ വിതരണം ചെയ്യുന്നു. അങ്ങനെ വിതരണം ചെയ്ത് ഒരുപാട് ചെടികളൊക്കെ നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട്. വാഴകൾ, മരച്ചീനികൾ, വൈറ്റ് ലഗോൺ കോഴികൾ, അല്ലെ, അത്യുത്പാദന ശേഷിയുള്ള പിന്നെ നെല്ലിത്തിന് ഇന്ന് തന്നെ സർക്കാർ ഇങ്ങനെ കൊടുക്കുന്നതാണ്, ഫ്രീ ആയിട്ട് കർഷകർക്ക് കൊടുക്കുകയാണ് ചെയ്തത് കൃഷി വകുപ്പ് വഴി. ഇപ്പൊ പിന്നെ 2 രൂപയ്ക്ക് കൊടുക്കും, വില കുറച്ച്. പണ്ട് ഫ്രീ ആയിട്ട് കൊടുക്കും, ഇപ്പൊ വില കുറച്ച് കൊടുക്കും. ബ്ലോക്ക് ബ്ലോക്കിലെ കോഴി കെട്ടണം. പണ്ട് ബ്ലോക്ക് വഴിയായിരുന്നു തന്നെ ചെയ്തത്. അമ്മയുടെ ചോദിച്ചാൽ പറയും, അച്ഛനോട് ചോദിച്ചാൽ പറയും, എന്താ അങ്ങനെ ബ്ലോക്ക് വഴി ബ്ലോക്ക് കെട്ടെന്ന് പറഞ്ഞാൽ അത് ബ്ലോക്ക് വഴി പണ്ട് ഇതൊക്കെ തരുവാണ് ഫ്രീ ആയിട്ട്. ഇപ്പൊ കൃഷി വകുപ്പ് വഴിയാണ് കൊടുക്കുന്നത്, അതുകൊണ്ട് ബ്ലോക്ക് എന്ന് പറയാറ്. ബ്ലോക്ക് വഴി കിട്ടുന്ന ബ്ലോക്ക് കെട്ടൻ, കൈപ്പുള്ള മരച്ചീനി ഉണ്ടാകും, ബ്ലോക്ക് കെട്ടൻ, ബ്ലോക്കിലെ കോഴി വെളുത്തിരി വൈറ്റിലാണ്. ഇപ്പൊ അത് മാറിയിട്ട് കൃഷി വകുപ്പ് വഴിയാണ് കൊടുക്കുന്നത്, അതുകൊണ്ട് അങ്ങനെ പറയാറില്ല. അതില്ല. അപ്പോൾ ഒരു മന്ത്രിയൊക്കെ വന്ന് ഉദ്ഘാടനം നടത്തി ഒരു പുതിയ വെറൈറ്റി ഓഫ് നെല്ല് കർഷകർക്ക് തന്നെ ചെയ്യും. മനസ്സിലായില്ലേ? നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 2-3 കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന്, ജേംപ്ലാസം എന്തെന്ന് അറിഞ്ഞിരിക്കണം. പിന്നെ ഹൈബ്രിഡൈസേഷൻ എത്രയാണോ ചെയ്താലും വിജയിക്കുമെന്ന് അറിയിക്കണം. പിന്നെ ഇതിനകത്ത് ഏറ്റവും ക്രൂഷ്യൽ സ്റ്റെപ്പ് ഏതാണെന്ന് ചോദിക്കാം. ഏതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് എന്ന് ചോദിക്കാം. റൂട്ട് ഏതാണെന്ന് അറിയാം. വാട്ട്സ് എ റൂട്ട് സ്റ്റെപ്പ്? കളക്ഷൻ പീരിയഡ്. വാട്ട്സ് എ ക്രൂഷ്യൽ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഇവാലുവേഷൻ ആൻഡ് സെലക്ഷൻ ഓഫ് സുപ്പീരിയർ റീകോമ്പനന്റ് ആണ് ക്രൂഷ്യൽ സ്റ്റെപ്പ്. പരീക്ഷയ്ക്ക് ചോദിക്കാൻ മനസ്സിലായി. കാരണം അവിടെ തെറ്റ് പറ്റി കഴിഞ്ഞാൽ എല്ലാം പോയി. കാരണം നാളെ കർഷകർക്ക് കൊടുക്കാൻ പോകുന്നതാണ്. നമ്മൾ ഇവാലുവേഷൻ സെലക്ഷൻ നടത്തിയപ്പോൾ തെറ്റ് പറ്റിയാൽ 10 വർഷം കഴിഞ്ഞായിരിക്കും റിസൾട്ട് അറിയാം. അതുകൊണ്ട് വളരെ ക്രൂഷ്യലായ സ്റ്റെപ്പ് ഏതാണ്? ഇവാലുവേഷൻ ആൻഡ് സെലക്ഷൻ ഓഫ് സുപ്പീരിയർ റീകോമ്പനന്റ് ഈസ് ദ ക്രൂഷ്യൽ സ്റ്റെപ്പ്. ഈ പറഞ്ഞെന്ന് ജേംപ്ലാസം മാത്രമേ പരീക്ഷ ചോദിക്കാറുള്ളൂ. ഈ 5 സ്റ്റെപ്പുകൾ പഠിക്കണം. അത് തിരിച്ച് മറിച്ചിട്ട് പരീക്ഷ ചോദിക്കാറുണ്ട്. തിയറിക്ക് എൻട്രൻസ് എല്ലാ വരികളും ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ കാര്യമായിട്ട് പുസ്തകത്തിലുള്ള വരികൾ അതുപോലെ പഠിച്ചോണം. എൻട്രൻസ് പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾ പുസ്തകം ഓരോ വരി അടിപൊളിയായിട്ട് പഠിച്ചോ. ഇനി കുറെ ചരിത്രപരമായ കാര്യങ്ങളിലേക്ക് കടക്കാം. ഇന്ത്യയുടെ കാർഷിക മേഖലയിൽ ചരിത്രം. സ്റ്റഡി അബൌട്ട് ഗ്രീൻ റവല്യൂഷൻ. ഗ്രീൻ റവല്യൂഷൻ, ഹരിത വിപ്ലവം എന്നൊക്കെ പറയും. എന്റെ പുസ്തകത്തിൽ പറയുന്നില്ല ആരാണ് ഇന്ത്യയുടെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ്. പുസ്തകത്തിൽ പറയുന്നില്ല. പഠിച്ചിരിക്കുന്ന MS സ്വാമിനാഥൻ എന്ന് പറയുന്ന സയന്റിസ്റ്റാണ്. ജീവിച്ചിരിപ്പുണ്ടോ? ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. MS സ്വാമിനാഥൻ എന്ന സയന്റിസ്റ്റാണ്. നമ്മൾ പഠിക്കാൻ പോകുന്നത് MS സ്വാമിനെ കുറിച്ച് പുസ്തകത്തിൽ പറയുന്നില്ല, പക്ഷെ പരീക്ഷയ്ക്ക് എഴുതണം. ഈസ് എ ഫാദർ ഓഫ് ഇന്ത്യൻ ഗ്രീൻ റവല്യൂഷൻ. ഇനി ഇന്ത്യ എന്ത് രാജ്യമാണ്? വ്യാവസായിക രാജ്യമാണ്, കാർഷിക രാജ്യമാണ്. ഇന്ത്യ ഒരു കാർഷിക രാജ്യമാണ്, അല്ലെ? ഒരു രാജ്യത്തെ കാർഷിക രാജ്യം എന്ന് വ്യവസായിക രാജ്യം എന്ന് വിളിക്കുന്നത് അവിടുത്തെ ജനങ്ങളുടെ എത്ര ശതമാനം ആ മേഖലയിൽ ജോലി ചെയ്യുന്നതനുസരിച്ചാണ്. ഇന്ത്യയിൽ ഏകദേശം 62% ആൾക്കാർ കൃഷിയിലാണ് ജോലി ചെയ്യുന്നത്, കൃഷി മേഖലയിലാണ്. അതുകൊണ്ട് ഇന്ത്യ കാർഷിക രാജ്യമായത്. പക്ഷേ അമേരിക്കയിൽ ചെന്ന് കഴിഞ്ഞാൽ 70% ആൾക്കാർ വ്യാവസായിക മേഖലയിലാണ് ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് അത് വ്യാവസായിക രാജ്യമാണ്.
ഇന്ത്യ ഒരു കാർഷിക രാജ്യമാണ്. അബൌട്ട് എൻട്രൻസ് പോയിന്റ് ആണ് 62% ഓഫ് പോപ്പുലേഷൻ ആർ എൻഗേജ്ഡ് ഇൻ അഗ്രികൾച്ചർ ഫീൽഡ് and they are contributing a GDP of 23%. GDP എന്ന് വെച്ചാൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. അപ്പം 33%. സോ GDP 33%. ഇന്ത്യയുടെ ആകെ വരുമാനത്തിന്റെ 31% കാർഷിക മേഖലയിൽ നിന്ന് വരുന്നതാണ്. അവിടെ 62% ആൾക്കാർ ജോലി ചെയ്യുന്നത്. ഇത് എൻട്രൻസ് പോയിന്റ് ആണ്. ഓക്കെ, GDP contribution from agriculture is 33%, and how much people are engaged in agriculture in India? 62%. എൻട്രൻസ് പോയിന്റ് ആണ്, വേറെ ചോദിക്കുന്നില്ല. അടുത്തത്, അപ്പോ എന്താണ് ഈ ഗ്രീൻ റവല്യൂഷൻ? 1960 കാലഘട്ടത്തിലാണ് നമ്മൾ ഈ പ്ലാന്റ് ബ്രീഡിംഗ് ടെക്നിക്കുകളൊക്കെ ഇന്ത്യയിൽ നടപ്പാക്കി വന്നത്. 1960 കാലഘട്ടത്തിൽ 1960s പ്ലാന്റ് ബ്രീഡിംഗ് ടെക്നിക്കുകൾ ഇന്ത്യയിൽ നടപ്പാക്കുക. അതിന് മുമ്പൊക്കെ ഞാൻ പറഞ്ഞു കൊടു പട്ടിണിയായിരുന്നു. ഈ ടെക്നിക്ക് നടപ്പാക്കി വന്നതിന് ശേഷമാണ് പട്ടിണിയൊക്കെ മാറി ഇന്ത്യ ഒരു സുഭിക്ഷ രാജ്യമായി മാറി, ഭക്ഷണ സുഭിക്ഷ രാജ്യമായി മാറി. നമ്മുടെ കരുതൽ ശേഖരം എന്ന് പറയുന്നത് ഇന്നത്തെ ഈ കരുതൽ ശേഖരം എന്ന് പറഞ്ഞാൽ വീണ്ടും ഒരു 6 മാസത്തേക്കുള്ള കളക്ട് ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ 2 വർഷത്തേക്ക് വരെ കളക്ട് ചെയ്തെന്ന് പറയുന്നത്. അതാണ് ഇന്ത്യയുടെ ഒരു കരുതൽ ശേഖരം. ഒരു പ്രശ്നമല്ല, നിങ്ങൾക്ക് പൈസ ഉണ്ടെങ്കിൽ ഭക്ഷണം റെഡി. പക്ഷെ പണ്ട് പൈസ ഉണ്ടെങ്കിലും ഭക്ഷണമില്ല, ആ അവസ്ഥയായിരുന്നു. ഇതിന്റെ ചരിത്രത്തിലേക്ക് പോകാം. എവിടെയാണ് ഗ്രീൻ റവല്യൂഷൻ ശരിക്കും ഏത് ചെടിയിലാണ്? ഗ്രീൻ റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ നടപ്പാക്കിയത് മരച്ചീനിയിലും പിന്നെ മുളകിലും മല്ലിയിലും അതൊന്നും അല്ല അത്യാവശ്യം. പിന്നെ നമ്മുടെ ഭക്ഷണ വസ്തുക്കളാണ് ഏറ്റവും അത്യാവശ്യം. അവിടെയാണ് നടപ്പാക്കിയത്. ഏതൊക്കെയാണെന്ന് നോക്കുക. വീറ്റ് ആൻഡ് റൈസ്. In wheat and rice we have conducted green revolution. ഓർത്തോളൂ, അവിടെ ഏറ്റവും പ്രധാനമായിട്ട് ഉണ്ടാക്കിയ ചെറിയ പ്രത്യേകത സെമി ഡ്വാർഫ് വെറൈറ്റി. ഇത് നമ്മുടെ ഓരോരുത്തരും ചോദിച്ചിട്ടുള്ളതാണ്. ഗ്രീൻ റവല്യൂഷൻ പ്രധാനമായി ഉണ്ടാക്കിയ കോമൺ ക്യാരക്ടർ എന്ന് വെച്ചാൽ സെമി ഡ്വാർഫ് വെറൈറ്റി. എന്താണ് സെമി ഡ്വാർഫ് എന്ന് വെച്ചാൽ? ഇപ്പൊ ഇത്രയും പൊക്കം ഉണ്ടെങ്കിൽ നീളമല്ലോ, ഏറ്റവും ചെറുതാണെങ്കിൽ ഡ്വാർഫ്. ഇപ്പൊ ഇടയ്ക്ക് വരുന്നതാണ് സെമി ഡ്വാർഫ്. അത്ര നീളമുള്ളതുമല്ല, എന്നാലത്തെ ചെറുതല്ല. കാർഡ് സെമി ഡ്വാർഫ് വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സ്. ഓക്കെ, ഇനി ഈ ഗ്രീൻ റവല്യൂഷൻ ഇന്ത്യയിൽ 1960 മുതൽ 2000 വരെ നടപ്പാക്കിയ 40 വർഷക്കാലം കൊണ്ട് ആ കാലഘട്ടത്തെ കഥ പറയുന്നത് കാർഷിക മേഖലയുടെ പുരോഗതി കേട്ടുള്ളൂ. എന്താണെന്ന്? ദാറ്റ് ഈസ് വി ഹാവ് ഇൻക്രീസ്ഡ് അവർ വീറ്റ് പ്രൊഡക്ഷൻ ഫ്രം 75 മില്യൺ ടൺ. വീറ്റ് 11 മില്യൺ ടണ്ണിൽ നിന്നും 75 മില്യൺ ടണ്ണായിട്ട് വർദ്ധിപ്പിച്ചു. എത്ര മടങ്ങ്? 1960 മുതൽ 2000 വരെയുള്ള കാലഘട്ടത്തിലാണ് 40 വർഷക്കാലം കൊണ്ട് 11 മില്യൺ ടൺ എത്ര വർദ്ധിച്ചു? 75 മില്യൺ ടൺ. എത്ര? 5 മടങ്ങ് വർദ്ധിച്ചു. അതിന് മുമ്പ് ഒന്നുമില്ല. അതായത് 5 മടങ്ങ് ഭക്ഷണം ലഭ്യമായി അധികമായിട്ട്. ജനസംഖ്യ കൂടുന്നുണ്ട്, പക്ഷെ ആനുപാതികമായിട്ട് ഭക്ഷണം വളരെ വർദ്ധിപ്പിച്ചു. പക്ഷെ ഒന്ന് നോക്കണം, ജനസംഖ്യ കൂടുന്തോറും കൃഷിഭൂമിയുടെ ഏരിയ കുറയുകയാണ് ചെയ്യുന്നത്, അല്ലെ? കാർഷിക വൃത്തിയിലോട്ട് ആൾപ്പെടുന്ന ആൾക്കാരുടെ എണ്ണം കൂടുന്നതിൽ കാർഷിക വിസ്തൃതി, ഭൂമിയുടെ ഇളവ് കൂടുകയും കുറയുകയും പിന്നെ വളർത്തുമൃഗങ്ങളുടെ എണ്ണം കുറയുകയാണ് ചെയ്യുന്നത്. പണ്ടൊക്കെ എല്ലാ വീടുകളിലും പശുവുണ്ട്, പശുക്കളൊന്നുമില്ല. പണ്ട് എവിടെ ചെയ്താൽ വയലാണ്, വയലാണ് കണ്ടുപിടിച്ചു പോകണം, അല്ലെ? പക്ഷെ ഉത്പാദനം കൂടുതൽ. എന്തുകൊണ്ടാണ്? യൂണിറ്റ് പെർ ഏരിയയുടെ പ്രൊഡക്ടിവിറ്റി വർദ്ധിക്കുന്നു. അതുകൊണ്ടാണ്. എങ്ങനെ? ബൈ ഗ്രീൻ റവല്യൂഷൻ. അപ്പോൾ ഇൻ വീറ്റ് ഇറ്റ്സ് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ്ഡ് ഫ്രം 11 million ton to 75 million ton. Also rice, it is increased from 35 to 89.5. Rice ആണെങ്കിലോ 35 മില്യൺ ടണ്ണിൽ നിന്ന് 89.5 മില്യൺ ടൺ. അതും വർദ്ധിച്ചു ഒരു 3 മടങ്ങ്, അല്ലെ? ഏകദേശം 3 മടങ്ങോളം വർദ്ധിച്ചു, 2 മടങ്ങ്. അപ്പൊ ഇത് വർധനമുണ്ടായി. ഇത് എന്തിന്റെ നേട്ടമാണ്? ഗ്രീൻ റവല്യൂഷൻ. സപ്പോസ് ഗ്രീൻ റവല്യൂഷൻ നടപ്പായില്ലായിരുന്നെങ്കിലോ ഈ 11-35 നിന്നേ പിന്നെയും കുറയത്തുള്ള കാര്യം. ജനസംഖ്യ കൂടുന്നതോറും കൃഷിഭൂമി കുറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ ജനസംഖ്യ കൂടി, കൃഷിഭൂമി കുറഞ്ഞു, പക്ഷെ പ്രൊഡക്ടിവിറ്റി കൂടി. കാരണം ചെടികളുടെ നെല്ലുൽപാദനം അല്ലെങ്കിൽ ചെടികളുടെ ഉത്പാദനശേഷി വർദ്ധിപ്പിക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞു. ഉത്പാദനശേഷി വർദ്ധിപ്പിക്കുകയും രോഗം കൊണ്ടുള്ള നാശം കുറയുകയും കീടം കൊണ്ടുള്ള നാശം തടയുകയും ചെയ്തു. ഇങ്ങനെ ബൈ ഇൻട്രൊഡ്യൂസിങ് ഗ്രീൻ റവല്യൂഷൻ. മനസ്സിലായില്ലേ? അപ്പൊ അതാണ് ഇപ്പൊ എന്താ പറയുന്നത്? ഇന്ത്യ ഒരു കാർഷിക രാജ്യമാണ്. ഇന്ത്യ is an agricultural land where 62% of people are employed in agricultural fields and they are contributing a GDP of 33% to India. Then Green Revolution was introduced in India in 1960s and it was done from 1960 to 2000 year. By the introduction of Green Revolution in India, we produced what type of plant? Semi-dwarf varieties. And what type of plants were introduced? What type of plants were productivity increased by Green Revolution? In wheat and rice.
rice. For how much amount of productivity in wheat from 11 million ton to 75 million ton, and in rice from 35 to 89.5 million tons of productivity. ഇപ്പോഴും ഗ്രീൻ റവല്യൂഷൻ ഇന്ത്യ നടപ്പാക്കിയെങ്കിലും അത് ഇന്ത്യക്കാരുടെ കോൺട്രിബ്യൂഷൻ അല്ല. We have adopted it from another world, another area. You can say this from Mexico. എവിടെയാണ് നടക്കുന്നത്? ഗ്രീൻ റവല്യൂഷൻ ആദ്യം നടപ്പായത് മെക്സിക്കോയിലാണ്. ഗ്രീൻ റവല്യൂഷൻ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ടു മെക്സിക്കോ. ഒരു സയന്റിസ്റ്റ്, ഇന്ത്യ ഒരു സയന്റിഫിക് ആയിട്ടുള്ള ഒരു പൈനിയർ ആയിട്ടുള്ള ആളുണ്ടായിരുന്നു. നോബൽ പ്രൈസ് കിട്ടിയ അതേ പേരാണ് നോർമൻ ഇ ബോർലോം. നോർമൻ ഇ ബോർലോം എന്ന സയന്റിസ്റ്റ് ആണ് ആദ്യമായിട്ട് ഗ്രീൻ റവല്യൂഷൻ മെക്സിക്കോയിൽ നടപ്പാക്കുന്നത്. അദ്ദേഹം ഒരു കാർഷിക ശാസ്ത്രജ്ഞനായിരുന്നു. നോർമൻ ഇ ബോർലോം, അദ്ദേഹം മെക്സിക്കോയിൽ ഒരു പ്രത്യേക നൂതന കൃഷി രീതി നടപ്പാക്കി. എങ്ങനെയാണ് ഇത് തന്നെയാണ് ചെയ്തത്? അത്യുൽപാദന ശേഷിയുള്ള ചെടികളെയും അതുപോലെ രോഗപ്രതിരോധ ശേഷികളെയൊക്കെ ഉള്ള ചെടികളെയും തമ്മിലൊക്കെ ഹൈബ്രിഡൈസ് നേരത്തെ നമ്മൾ പറഞ്ഞില്ല 5 സ്റ്റെപ്പ് അങ്ങനെ ചെയ്ത്, അതായത് കളക്ഷൻ വേരിയബിലിറ്റി, ഇവാലുവേഷൻ സെലക്ഷൻ പേരന്റ്, then ക്രോസ് ഹൈബ്രിഡൈസേഷൻ സെലക്ട് പേരന്റ്, then ഇവാലുവേഷൻ സെലക്ഷൻ ഓഫ് സ്പീർ റിബോമന്റ്, ഇതെല്ലാം ചെയ്ത് കുറച്ച് വെറൈറ്റി ഓഫ് റൈസ് ആൻഡ് വീറ്റ് ഉണ്ടാക്കി. അദ്ദേഹം പ്രവർത്തിച്ച മെക്സിക്കോയിലാണെന്ന് പറഞ്ഞു. അവിടെ പ്രവർത്തിച്ച സ്ഥാപനത്തിന്റെ പേര് ഇന്റർനാഷണൽ സെന്റർ ഫോർ വീറ്റ് ആൻഡ് മെയ്സ് ഇംപ്രൂവ്മെന്റ്. വീറ്റ് ആൻഡ് മെയ്സ് ആണ്. അതായത് മെക്സിക്കോയിൽ റൈസ് അത്ര കോമൺ അല്ല തീറ്റയിൽ. ഇന്ത്യയിലാവുമ്പോൾ വീറ്റും റൈസും ആണ്. അത് ഓർത്തോണം. അത് എൻട്രൻസ് ചോദിച്ചേക്കാം. In which plants productivity is increased in Green Revolution in India, wheat and rice. Where in Mexico or in foreign countries, wheat and maize. So the center he worked was International Center for the Wheat and Maize Improvement. What was the institution where Norman E. Boroom worked for Green Revolution? The National Center for Wheat and Maize Improvement. അത് നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ 1963 അദ്ദേഹം 2 വീറ്റ് വെറൈറ്റി ഉണ്ടായിരുന്നു, സൊനാലിക ആൻഡ് കല്യാൺ സോണ. സൊനാലിക ആൻഡ് കല്യാൺ സോണ എന്ന് പറയുന്ന 2 വീറ്റ് വെറൈറ്റി 1963 അദ്ദേഹം ഇന്ത്യക്ക് തന്നു, അല്ലെങ്കിൽ ഇന്ത്യ കൊണ്ടുവന്നു. അപ്പൊ 1960 നടപ്പാക്കി. അത് 63 ആയപ്പോഴത്തേക്ക് നമ്മുടെ ഇന്ത്യ എന്നിട്ട് പറഞ്ഞു, എന്നാൽ നിങ്ങളുണ്ടാക്കി 2 ഗോതമ്പ് നമുക്ക് തരും. ഏതാണ് പേര്? സൊനാലിക കല്യാൺ സോണ. അത് കൊണ്ടുവന്ന് ഇന്ത്യയിൽ മുഴുവൻ വൈഡ് സ്പ്രെഡ് ചെയ്തു. എന്തായാലും പ്രൊഡക്ടിവിറ്റി ഹൈ ഈൽഡ് ആയിരുന്നു അല്ലെ. അതിന്റെ സ്പെഷ്യാലിറ്റി വാസ് ഹൈ ഈൽഡ് ആൻഡ് ഡിസീസ് റെസിസ്റ്റന്റ് ആയിരുന്നു അല്ലെ. ഭയങ്കര ഈൽഡും ഡിസീസ് റെസിസ്റ്റന്റ് ആയിരുന്നു. അങ്ങനെ ഇന്ത്യയിലെ ഗോതമ്പ് ഉൽപ്പാദനം 10 മടങ്ങ് വർദ്ധിക്കാൻ തുടങ്ങി. ഒരു ഗോതമ്പ് ചെടിയിൽ നിന്ന് 10 നനി കിട്ടിക്കൊണ്ടിരുന്നിട്ട് ഇവിടെ കൊണ്ട് നട്ടപ്പോൾ എന്താണ് 50 നനികൾ കിട്ടുന്നുണ്ട്. മാത്രമല്ല രോഗങ്ങൾ വരുന്നില്ല. പ്രൊഡക്ടിവിറ്റി വളരെ വർദ്ധിച്ചു. ഇത് ഒരു ചരിത്രമുണ്ട്. അന്ന് നമ്മുടെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് നമ്മുടെ ജവഹർലാൽ നെഹ്റു. വിദേശ രാജ്യത്ത് പോയി കൈനീട്ടി വാങ്ങുക എന്നുള്ള അതൊക്കെ പറയുന്നത് നമ്മുടെ ഒരു അഭിമാനത്തിന്റെ പ്രശ്നമാണെങ്കിലും അതിലൊന്നും അവഗണിച്ച് അതിനൊന്നും വകവെക്കാറുണ്ട്. ഇന്ത്യയിൽ നിന്ന് ഒരു കൂട്ടം ശാസ്ത്രജ്ഞന്മാരെ അവിടേക്ക് അയച്ചത് പഠിക്കാൻ അദ്ദേഹം അയച്ചു. അതിൽ പ്രധാനിയായിരുന്നു എം എസ് സ്വാമിനാഥൻ. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം സയന്റിസ്റ്റുകൾ പഠിച്ചത് നടപ്പാക്കിച്ചു. അപ്പൊ യാതൊരു തരത്തിലുള്ള ഒരു ജാള്യതയും കാണിക്കാതെ രാഷ്ട്രീയപരമായിട്ടുള്ള പല എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ട് അദ്ദേഹം ചെയ്ത നല്ല കാര്യമാണ്. ഒരു പക്ഷേ ഇന്ത്യയിൽ നിന്ന് സർപ്ലസ് ആയിട്ടുള്ള ഭക്ഷണം ലഭ്യമാകാൻ കാരണമായിട്ടുള്ള ഒരു ചരിത്രം, അതൊരു കഥയാണ് അല്ലെ, ചരിത്രമാണ്. അപ്പോ നോർമൻ ഇ ബോർലോം അവിടെ ഉണ്ടാക്കിയെടുത്ത 2 ചെടികളായ വീറ്റും മെയ്സും, അതിൽ ഒരു വീറ്റ് വെറൈറ്റി 2 എണ്ണം ഇങ്ങോട്ട് കൊണ്ടുവന്നതിന്റെ പേരെന്താണ്? സൊനാലിക കല്യാൺ സോണ. പരിശോധിക്കും. സൊനാലിക കല്യാൺ സോണ എവിടെയാണ് ഉണ്ടാക്കിയത്? അത് വീറ്റാണോ മെയ്സ് ആണോ റൈസ് ആണോ? അത് ഏത് വർഷം കൊണ്ടുവന്നു? അതെല്ലാം പഠിച്ചു. ഇത് അതേസമയം തന്നെ ഇതേ പാരലായിട്ട് തന്നെ ഒരു റിസർച്ച് സെന്റർ ഫിലിപ്പൈൻസിലുണ്ടായിരുന്നു. അതിന്റെ പേര് IRRI എന്നാണ്. നെല്ല് കേരളത്തിൽ ധാരാളം ഉണ്ടെങ്കിൽ നെല്ലിന്റെ റിസർച്ച് സ്റ്റേഷൻ ഇന്റർനാഷണൽ കേരളത്തിലല്ല, അതൊന്ന് ഫിലിപ്പീൻസിലാണ്. അതിന്റെ പേര് ഇന്റർനാഷണൽ റൈസ് റിസർച്ച് സെന്റർ ഉണ്ട് ഫിലിപ്പീൻസ്. മനില എന്ന സ്ഥലത്താണ്. മനില, ഫിലിപ്പീൻസ് മനില. അവിടെ അവരുണ്ടാക്കിയ ഒരു നെല്ലുണ്ടായിരുന്നു IR8 ഇന്റർനാഷണൽ റൈസ്. IR8 കേട്ടിട്ടുണ്ട്? IR8 ഈ പൊക്കം കുറഞ്ഞ നെൽച്ചെടിയാണ്. പൊക്കം കുറവുള്ള IR8 എന്ന് കളിയാക്കി വിളിക്കാറുണ്ട് ഞങ്ങളുടെ കുട്ടിക്കാലത്ത്.
ഒരു സാറുണ്ടായിരുന്നു, പുള്ളി ഡ്രോയിങ് സാർ, ഇത്ര പൊക്കം കുറവ്, പുള്ളിയുടെ ഇരട്ട പേര് അയ്യാർട്ടെന്നായിരുന്നു. കാരണം എനിക്കത് എന്തായാലും അയ്യാർട്ടെന്ന് വിളിക്കുന്നത്. പിന്നീട് മനസ്സിലായി എന്താണ് അയ്യാറേറ്റ് നെല്ലിനുണ്ട്, അത് ഇത്രയും പൊക്കേ ഉള്ളൂ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഒടിഞ്ഞു വീഴത്തില്ല, നേരെ തന്നെ നിൽക്കും. അപ്പോൾ ഇയാൾക്ക് പൊക്കമാണ് കളിയെ കുറിച്ച് അയ്യാറ്, മനസ്സിലായില്ല. അപ്പോൾ ഒടിഞ്ഞു വിട്ടേക്കും. അപ്പോൾ ഫിലിപ്പൈൻസ് മലയിൽ ഉണ്ടാക്കിയ ഒരു നെൽച്ചെടിയാണിത്, അയ്യാറേറ്റ്. അതെന്താണ്, റൈസാണ്. അതിനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു കൃഷിയാണ്. എന്റെ കുട്ടിക്കാലത്തെ കണ്ടിട്ടുണ്ട് അയ്യാറ്, എപ്പോഴും പല വർഷങ്ങളുണ്ട്. അപ്പോൾ അടുത്ത ചെടി ഏതാണ്, അയ്യാറ് അല്ലെ. എവിടെ കൊണ്ടുവന്നു, അയ്യാറേറ്റ്, ഫിലിപ്പൈൻസ് മലയിൽ. ഇതേ സമയത്ത് തായ്വാൻ ഒരു നെൽച്ചെടിയുണ്ട്, അതിന്റെ പേര് TN1 എന്നാണ്. തായ്ചൻ നേറ്റീവ് 1, TN1, തായ്ചൻ നേറ്റീവ് 1. ഈ നെല്ല് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു. ഇത് നെല്ലാണ്, ഓർത്തോളം. അയ്യാറട്ടം തായ്ചൻ നേറ്റീവ് എന്ന് പറഞ്ഞാൽ തായ്ലൻഡിൽ നിന്ന് കൊണ്ടുവന്നത്, തായ്വാനിൽ നിന്ന് കൊണ്ടുവന്നത്. ഓർക്കണം, പരീക്ഷ ചോദിക്കുമ്പോൾ തായ്ലൻഡും തായ്വാനും തിരിഞ്ഞു. ഇറ്റ് ഈസ് ബ്രോട്ട് ഫ്രം തായ്വാൻ ടു ഇന്ത്യ, നോട്ട് ഫ്രം തായ്ലൻഡ്. ഇതെല്ലാം ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു. ഇങ്ങനെ 2 വെറൈറ്റി ഓഫ് വീറ്റ്, 2 വെറൈറ്റി ഓഫ് റൈസ് ഇതുകൊണ്ട് ഇന്ത്യൻ കർഷകരെല്ലാം വിതരണം ചെയ്ത ഒരു ധാരാളം കൃഷി ചെയ്താണ്. 11 മില്യൺ ടണ്ണിൽ നിന്ന് 75 മില്യൺ ടണ്ണും 35 നിന്ന് 89 മില്യൺ രൂപ ഉണ്ടാക്കി ഇന്ത്യ കാർഷിക സമൃദ്ധിയാണ് കാരണമായ ഒരു കാര്യം. മനസ്സിലായല്ലോ. അപ്പൊ നിങ്ങളായിരിക്കും വിദേശ സയൻസുകൾ ചെയ്ത് ഇന്ത്യക്കാരെല്ലാം വെറുതെ ഇരുന്ന, അങ്ങനെയല്ല. ഇതേ സമയം ഇന്ത്യൻ സയന്റിസ്റ്റുകൾ ഇതിനേക്കാൾ ബെറ്റർ വെറൈറ്റികളോ ഉണ്ടായി. എന്താണ്, ജയ ആൻഡ് രത്ന കേട്ടിട്ടുണ്ടല്ലോ അല്ലേ. Jaya and Rekha are 2 rice varieties made by Indian scientists, and they have better quality, high yield and resistance and good quality. നല്ല ഗുണമുള്ള ഇതൊന്നും നിങ്ങൾ ഇന്നും കഴിക്കുന്ന ഇതൊക്കെയാണെന്ന് തോന്നുന്നുണ്ട്. നിങ്ങൾ പിന്നെ ജയ വടി എന്ന് പറഞ്ഞിട്ട് നമ്മൾ പിന്നെ കടയിൽ നിന്ന് വാങ്ങുന്ന അരികളില്ലേ, ഈ പാക്കറ്റ് കിട്ടുന്ന ചാക്കല കിട്ടുന്ന എല്ലാത്തിനാണ് ജയ രത്ന ഇതൊക്കെയാണ്. സോ ദീസ് ആർ ദ പ്ലാന്റ് ഹിസ്റ്ററി. സോ ഓർക്കുക എന്തൊക്കെയാണ് ഗ്രീൻ റെവല്യൂഷൻ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ. ഗ്രീൻ റെവല്യൂഷൻ നടപ്പായത് മെക്സിക്കോയിലാണ്. ആരാണ് എന്റെ നേതാവ്, നോർമനി ബെർലോ. അദ്ദേഹത്തെ വിളിക്കാൻ വരുന്നതാണ് ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ. ദീസ് ആർ ദ ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ. എവിടുത്തെ ലോകത്തിന്റെ ഇന്ത്യൻ ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ ആരാണ് ഇന്ത്യയിൽ? അത് MS സ്വാമിനാഥൻ. ഈ ഇദ്ദേഹം വർക്ക് ചെയ്ത സ്ഥാപനത്തിന്റെ പേരാണ് ഇന്റർനാഷണൽ സെന്റർ ഫോർ വീറ്റ് ആൻഡ് മെയ്സ് ഇംപ്രൂവ്മെന്റ്. അവിടെ ഉണ്ടാക്കി 2 ഗോതമ്പ് ഇന്ത്യയിലേക്ക് കൊണ്ടുനട്ടത് 63 അല്ലേ. ഏതാണ് പേര്, സൊനാലിക കല്യാൺ സോണ. അത് കഴിഞ്ഞ് തായ്ചൻ നേറ്റീവ് എന്ന് പറഞ്ഞ ഒരു നെല്ല് വെറൈറ്റി തായ്വാനിൽ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു. ഇന്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് മനില, ഫിലിപ്പൈൻസിലാണ്. അവരുണ്ടാക്കിയ ഒരു ഗോതമ്പാണ് റൈസാണ് IR8. അത് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു. ഇതൊക്കെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന വർഷങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, അതൊക്കെ പഠിച്ചോണം. ഞാൻ ഡിസ്കഷൻ സമയത്ത് പറഞ്ഞുതരാം. ആ വർഷങ്ങളൊക്കെ എൻട്രൻസ് ചോദിക്കാം. അയാൾക്ക് കൊണ്ടുവന്നത് 1990 തായ്ചൻ നേറ്റീവ് 1966 അയാൾ കൊണ്ടുവന്നത്. പുസ്തകത്തിൽ അത് ഉണ്ടാകും, ഒക്കെ പറഞ്ഞുതരാം. അപ്പോ IAR ഇനി ഇത് ഏറ്റവും ഉണ്ടാക്കിയത് IARI. എന്താണ് IRRI? ഇന്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. എന്താണ് IARI? ഇന്ത്യൻ അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇത് ഇന്റർനാഷണൽ ആണെങ്കിൽ ഇന്ത്യനാണ് കേട്ടോ, തിരിഞ്ഞു വരും. ഇന്ത്യൻ അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് IARI ആണ് ജയരത്നം ഉണ്ടാക്കിയത്. IRRI ആണ് ഫിലിപ്പൈൻസിലുള്ളത്, മനിലയിലുള്ള ഫിലിപ്പൈൻസിലാണ് ഇന്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താണ് നമ്മൾ രക്ഷപ്പെട്ടത്. മനസ്സിലായാലും വീണ്ടും പറയേണ്ട പലവണ്ണം കേട്ടു. ഇനി ഒരു കാര്യങ്ങൾ പറഞ്ഞ് വേറെ അടുത്തത് കരിമ്പ് ഉത്പാദനവുമായി ബന്ധപ്പെട്ട ഷുഗർ കെയിൻ പ്രൊഡക്റ്റ്. ഇതെന്താണ്? ഇത് നോർത്ത് ഇന്ത്യ, ഇത് സൗത്ത് ഇന്ത്യ. ശരി, നോർത്ത് ഇന്ത്യ, സൗത്ത് ഇന്ത്യ. ഇത് രണ്ടുതരം കരിമ്പുകൾ. ഇവിടെ ഒരു തരം കരിമ്പ്. നോർത്ത് ഇന്ത്യയിൽ ഒരു കരിമ്പുണ്ട്. സൗത്ത് ഇന്ത്യ കരിമ്പ് നോക്കൂ. നല്ല തിക്ക് സ്റ്റെം, നല്ല ഷുഗർ ഈൽഡ്, നല്ല നല്ല തിക്ക് സ്റ്റെമാണ്, നല്ല ഷുഗർ ഉണ്ട്, നല്ല ഗ്രോത്ത് ഉണ്ട്, നല്ല ചെടിയാണ്. ഇതിന് പേര് സക്കാരം ഒഫീഷ്യനാല് എന്നാണ്. സൗത്ത് ഇന്ത്യൻ വെറൈറ്റി ഓഫ് ഷുഗർ കെയിൻ കാർഡ് സക്കാരം ഒഫീഷ്യനാല്. നോർത്ത് ഇന്ത്യൻ വെറൈറ്റി പേര് സക്കാരം
ബാർബറി എന്നാണ്. ഏതാണ് നല്ലത്? നല്ലത് സക്കാരം ഒഫീഷ്യൽ എന്ന് പറയുന്ന സൗത്ത് ഇന്ത്യൻ വെറൈറ്റി. സക്കാരം ബാർബറി എന്ന് പറയുന്നത് തിൻ സ്റ്റെം ആണ്, ലോ ഷുഗർ ആണ്, ലോ ഗ്രോത്ത് ആണ്. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇവിടെ കൊണ്ടു കണ്ടു അതൊക്കെ, കാരണം ഇത് നോർത്ത് ഇന്ത്യയിൽ വളരുന്നില്ല, സൗത്ത് ഇന്ത്യ മാത്രമേ വളരുള്ളൂ. ഇതിന്റെ നല്ല ഗുണം എന്തൊക്കെയാ? സൗത്ത് ഇന്ത്യ വളരുന്നു, കാരണം ഷുഗർ ഉണ്ട്, നല്ല ഗ്രോത്ത് ആണ്, തിക്ക് സ്റ്റെം ആണ്. ഇതാണെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ വളരുന്നു, തിൻ സ്റ്റെം ആണ്, പ്രൊഡക്ടിവിറ്റി വളരെ കുറവാണ് അല്ലേ. ഇത് ഏതാ നല്ലത്? ഇത് നല്ല ഗുണമുണ്ട്. ഇത് നല്ല ഗുണമെല്ലാം ഉണ്ട്. ഒരു നല്ല ഗുണമുണ്ടെന്ന് പറയാം, ഇത് നോർത്ത് ഇന്ത്യയിൽ വളരും എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഇത് നമ്മള് ഈ ഒരു കാര്യം പറഞ്ഞത് ഇത് എവിടെ ക്രോസ് ചെയ്തു? 5 days നല്ലൊരു ചെടി ഉണ്ടാക്കി, അത് എവിടെ വളരും? ബോത്ത് നോർത്ത് ഇന്ത്യ ആൻഡ് സൗത്ത് ഇന്ത്യ രണ്ടത് വളരും. അതിന്റെ ഒരു സക്കാരം സിപ്പോളി എന്നാണ്, പഠിക്കാനില്ലേ, പേര് പഠിക്കാനില്ല, ഒരു ദിവസം തൊണ്ടു നോക്കട്ടെ. The new variety is called Sakara Sipoli. It is able to grow both in North India and South India. പ്രശ്നമൊന്നുമില്ല. അല്ലാണ്ടെങ്കിൽ ഇത് ഇവിടെ വാക്കാൻ വളരെ നല്ല രീതിയിൽ ഇവിടെ പഞ്ചാര കിട്ടത്തില്ല, അത്ര കൃഷി ചെയ്താൽ നഷ്ടം. ഇവിടെ നല്ലതാണ്. അപ്പോൾ ഇതെടുക്കും സക്കാര സിപ്പോളി എല്ലായിടത്തും വളരും. നോർത്ത് ഇന്ത്യയിൽ വളരും, സൗത്ത് ഇന്ത്യയിൽ വളരും. നല്ല തിക്ക് സ്റ്റെം, നല്ല ഷുഗർ ഈൽഡ് എല്ലാം അല്ലേ. പരീക്ഷയ്ക്ക് ചോദിച്ചുള്ളതാണ്. നോർത്ത് ഇന്ത്യൻ വെറൈറ്റി ഷുഗർ കെയിൻ ചെയ്ത്, സൗത്ത് ഇന്ത്യൻ വെറൈറ്റി ഷുഗർ കെയിൻ ചെയ്ത് ഓർത്തിരിക്കാം. ബാർബർ പണ്ട് ഭരിച്ചത്, ബാബർ രാജാവ് ഭരിച്ച ഈ ഭാഗത്തല്ലേ ബാർബറി. ബാർബറി എന്നാണ്, ബാബർ എന്ന് ഓർത്തില്ല, പറഞ്ഞതേ ഉള്ളൂ. കാര്യം ബാർബറി ഓർത്തിരിക്കാൻ വേണ്ടി ഞാനിങ്ങനെ ഓർക്കുന്നുണ്ട്. എന്താ പറയുക, ഓർത്തിരിച്ചത് മുഗൾ രാജവംശം ഇവിടെയായിരുന്നു, അവിടുത്തെ രാജാവായത് ബാബർ. അപ്പോൾ അദ്ദേഹം ഓർത്തിരിച്ച ബാർബറി. സർക്കാർ ഓപ്ഷനായതിന്റെ സർക്കാർ ബാർബറി. സൗത്ത് ഇന്ത്യ നോർത്ത് ഇന്ത്യയിലും രണ്ടിന്റെ വ്യത്യസ്ത ഗുണങ്ങളാണ്, അവയെ കമ്പൈൻ ചെയ്യിച്ച് രണ്ടിന്റെ ഗുണങ്ങളുള്ള ഒരു പുതിയ ചെടി ഉണ്ടാക്കി. അതിന്റെ പേരാണ് സർക്കാർ ഓഫീഷ്യനാല്. സക്കാരം സിപ്പോളി. ഇറ്റ് ഈസ് ഏബിൾ ടു ഗ്രോ ബോത്ത് നോർത്ത് ഇന്ത്യ ആൻഡ് സൗത്ത് ഇന്ത്യ. പരീക്ഷയ്ക്ക് ചോദ്യം 100% ചോദ്യം വരും, അത് ഈ പേരിട്ടാണ് ചോദ്യം. ഇനി സം പ്ലാന്റ് വി ഹാവ് ഫേവറൈസ് മില്ലറ്റ്സ്. മില്ലറ്റ് എന്ന് വിളിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ് ഉണ്ട്. അത് എൻട്രൻസിനെ ചോദിക്കുന്നത് പറഞ്ഞേക്കാം എന്തൊക്കെയാണെന്ന്. ഒന്ന് മെയ്സ്, മറ്റൊന്ന് ജോവർ, മറ്റൊന്ന് ബജറ. ഇവയെല്ലാം തന്നെ കൃഷി ചെയ്യുന്ന ചെടിയാണ്. മില്ലറ്റ്സ് എന്നാണ് അറിയപ്പെടുന്നത്. മെയ്സ് എന്നറിയാൻ ചോളം, ജോവർ ബജറയുടെ ഫോട്ടോ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഇതൊക്കെ മില്ലറ്റ്സ് എന്ന വിഭാഗത്തിൽ വരുന്ന ചെടികൾ. എൻട്രൻസ് വേണ്ട ചോദിക്കാൻ സാധ്യത. ഓക്കെ, അപ്പോൾ ഇത്രയാണ് അതിനെക്കുറിച്ച് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് പ്ലാന്റ് ബീഡിങ്ങിന് ഓരോരോ എയിമുണ്ട്. അതേ എയിമോട് നമുക്ക് ചെയ്യാം. ഹൈ ഈൽഡിങ് ഡിസീസ് റെസിസ്റ്റന്റ് വേണ്ടി ഒരു പ്ലാന്റ് ബീഡിങ്, പെസ്റ്റ് റെസിസ്റ്റൻസ് ഉണ്ടാക്കാൻ ഒരു പ്ലാന്റിങ്, ഡിസീസ് റെസിസ്റ്റന്റ് ഉണ്ടാക്കാൻ വേറെ പ്ലാന്റ് ബീഡിങ്, വേറെ ഓരോന്നിനെ കുറിച്ച് നമുക്ക് പഠിക്കുക. മനസ്സിലായല്ലോ? പ്ലാന്റ് ബീഡിങ് ഫോർ ഡിസീസ് റെസിസ്റ്റൻസ് ആണ് ഇനി ആദ്യം നമുക്ക് പഠിക്കാം.